രക്ഷക നിൻ കരമെന്മേൽ വയ്ക്കാൻ ശുദ്ധി ചെയ്കന്നേ നിൻ കരമെന്മേൽ വയ്ക്കാൻ ശുദ്ധി ചെയ്കന്നേ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ എൻ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം വെണ്മയായി തീരട്ടെ ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. I love to stand for Jesus. യേശുവിന് വേണ്ടി നിൽക്കുവാനും എനിക്ക് ഇഷ്ടമാണ്. I love to talk about Jesus. യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് വളരെ താല്പര്യമാണ്. Because there's no one like Jesus. എന്തെന്നാൽ യേശുവിനെ തുല്യനായി മറ്റാരുമില്ല. I worship 33 millions of gods. ഞാൻ 33 കോടി ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നവനാണ്. Not one of them died for me. എനിക്ക് വേണ്ടി അവരിൽ ആരും ഒരാൾ പോലും മരിച്ചിട്ടില്ല. Not one of them paid the price for me. എനിക്ക് വേണ്ടി വില മുടക്കുവാൻ അവരാരിൽ ഒരാൾ പോലും തയ്യാറായില്ല. I went to churches. ഞാൻ പള്ളികളിൽ പോയിട്ടുണ്ട്. I went to temples. ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. I went to Gurudwara. ഗുരുദ്വാരകളിൽ പോയിട്ടുണ്ട്. I went to mosque. മോസ്കുകളിൽ പോയിട്ടുണ്ട്. I worship sun, God, moon. ആമേൻ. സൂര്യനെയും ചന്ദ്രനെയും ഞാൻ ആരാധിച്ചിട്ടുണ്ട്. I walked bare feet. ആമേൻ. നഗ്നപാതനായി ഞാൻ നടന്നിട്ടുണ്ട്. I did yoga. യോഗ നടത്തിയിട്ടുണ്ട്. When I was 8 years, I was in RSS. ആമേൻ. 8 വയസ്സുള്ളപ്പോൾ ഞാൻ RSSന്റെ ഒരു അംഗമായിരുന്നു. I went to do Navinas. നലീന? Just say Navina. Okay. Catholic Navina. Okay. ആമേൻ. നൊവേനയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്. I did everything. എല്ലാത്തിനും ഞാൻ പോയിട്ടുണ്ട്. I went to Jainese temple. ജൈന മതത്തിലെ ക്ഷേത്രങ്ങളിൽ യാത്ര I did സഞ്ചരിച്ചിട്ടുണ്ട്. everything possible to find salvation
forgiveness of sins. പാപത്തിന്റെ മോചനവും രക്ഷയും പ്രാപിക്കുവാൻ ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. I didn't find anywhere. പക്ഷേ എങ്ങും എനിക്കത് ലഭിച്ചിട്ടില്ല. Not even in the church. പള്ളിയിൽ പോലും എനിക്കത് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. Not in any place. ഒരു സ്ഥലത്തും അത് കണ്ടെത്തുവാനിടയായില്ല. Not even in Christian religion. ക്രിസ്തീയ മതത്തിലും എനിക്കത് കാണുവാൻ ഇടയായില്ല. But I found salvation. എന്നാൽ രക്ഷ ഞാൻ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. Only when I believed in Jesus. യേശുവിൽ വിശ്വസിച്ചപ്പോൾ മാത്രമാണ് അത് പ്രാപിപ്പാനിടയായത്. There's no one like Yeshua. യേശുവിനെ പോലെ വേറെ ആരുമില്ല. The name above every other name. എല്ലാ നാമങ്ങളെക്കാളും മീതെയുള്ള നാമം. In heaven, സ്വർഗ്ഗത്തിൽ, on earth, ഭൂമിയിൽ, and under the earth. ഭൂമിക്ക് കീഴിലും. It is my honor and privilege today to stand here and speak the glory of Jesus. ആ യേശുക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ സാക്ഷിയായി ഇവിടെ ഇന്ന് നിൽക്കുക എന്ന് പറയുന്നത് എൻ്റെ ഭാഗ്യവും പദവിയുമാണ്. 32 years have passed by. 32 വർഷങ്ങൾ കഴിഞ്ഞുപോയി. I'm still follower of Jesus. ഞാൻ ഇപ്പോഴും യേശുവിന്റെ ഒരു അനുയായിയാണ്. Legally, നിയമപരമായി I am a Hindu. ഹിന്ദുവാണ് ഞാൻ ഇപ്പോഴും. But in my faith, വിശ്വാസസംബന്ധമായി I'm a follower of Jesus. ഞാൻ യേശുവിന്റെ അനുയായിയാണ്. ആമേൻ. Are you ready tonight? Today? ഇന്ന് പകലത്തേക്ക് നിങ്ങൾ തയ്യാറായോ? ആമേൻ. Are you ready to read the word of God? ദൈവവചനം വായിക്കുവാൻ തയ്യാറായോ? Amen. ആമേൻ. I want to share with you what God has taught me. ദൈവം എന്നോട് സംസാരിച്ച ചില കാര്യങ്ങളാണ് ഇന്ന് പകൽ ഞാൻ പങ്കുവെക്കുന്നത്. I'm a follower of Jesus for the last 32 years. കഴിഞ്ഞ 32 വർഷമായി യേശുവിനെ അനുധാവനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. Fellowship with the Holy Spirit and the word of God has drawn me more closer to him than ever before. പരിശുദ്ധാത്മാവിലുള്ള കൂട്ടായ്മ ദൈവവചനത്തിലൂടെ സാധ്യമാകുന്നതാണ് യേശുവിനെ എന്നോട് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്ന വസ്തുത. Jesus said, യേശു പറഞ്ഞു in John chapter 8 and verse 32, യോഹന്നാൻ 8:32, you shall know the truth, സത്യം നിങ്ങൾ അറിയും, and the truth will set you free. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. Now, what is the difference between the truth and the fact? സത്യവും വാസ്തവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? The fact is വാസ്തവം എന്ന് പറയുന്നത് we are here. നാം ഇവിടെയുണ്ട് എന്നുള്ളത്. The fact is വാസ്തവം എന്നത് maybe you're sick in your body. ആമേൻ, നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളത്. The fact is വസ്തുത maybe you feel so depressed, discouraged. ആമേൻ, നിങ്ങൾ നിരാശയോടുകൂടെ വേദനയോടെ ആയിരിക്കുന്നു എന്നുള്ളത്. Many times we live by the fact around us. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളുടെ വസ്തുതകൾ അടിസ്ഥാനത്തിലാണ് നാം ജീവിക്കുന്നത്. Jesus said, യേശു പറഞ്ഞു, you shall know the truth. നിങ്ങൾ സത്യം അറിയും. So last 32 years, കഴിഞ്ഞ 32 വർഷങ്ങളായി I don't live by the facts around me. എനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളിലെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ I ജീവിക്കുന്നത്. don't have the best of the house. ആമേൻ, എനിക്ക് ഏറ്റവും വലിയൊരു ഭവനമില്ല. I don't have the best of the car. ആമേൻ, കാറുകളിൽ ഏറ്റവും മുന്തിയ കാറല്ല I എനിക്കുള്ളത്. don't have best of the finances in my life. ജീവിതത്തിൽ ഏറ്റവും മുന്തിയ ഒരു സാമ്പത്തിക നിലവാരവുമില്ല. I don't have everything as good as what the world people have. ആമേൻ, ലോകത്തിലെ പല ആളുകൾക്കുമുള്ള പലതും എനിക്കുമില്ല. I don't live by the fact. ആമേൻ, അങ്ങനെയുള്ള വാസ്തവങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ I'm ജീവിക്കുന്നു. not intimidated by people around me. എനിക്ക് ചുറ്റുമുള്ള ആളുകളിൽ ഞാൻ അപകർഷതാബോധനല്ല. Simply because എന്തെന്നാൽ I live by the truth of God's word. ദൈവവചനത്തിന്റെ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ The ജീവിക്കുന്നു. truth of God's word tells me ദൈവവചന സത്യം എന്നോട് പറയുന്നു, I am an ambassador of Christ. ഞാൻ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയാണ്. The truth of God's word tells me ദൈവവചനത്തിന്റെ സത്യം എന്നോട് പറയുന്നു, I am a minister with a spirit of reconciliation. അവൻ നിരപ്പിന്റെ ശുശ്രൂഷകനായി ആത്മാവിൽ ഞാൻ നിയോഗിക്കപ്പെട്ടവനാണ്. The truth of God's word tells me ദൈവവചനത്തിന്റെ സത്യം എന്നെ I am a ബോധിപ്പിക്കുന്നത്, royal priest, ഞാൻ ഒരു രാജകീയ പുരോഹിതനാണ്, a holy nation. വിശുദ്ധ വംശമാണ്. The truth tells me സത്യം പറയുന്നത്, if God is for me, who can be against me? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാകുവാൻ ആർക്ക് കഴിയും? You and I, we need to be people to live by the truth. ഞാനും നിങ്ങളും സത്യം അടിസ്ഥാനപ്പെടുത്തി ജീവിക്കേണ്ട ജനങ്ങളാണ്. Because we are all born natural. കാരണം നാം എല്ലാം സ്വാഭാവിക ജനനമുള്ളവരാണ്. Everyone who's born biologically is born natural. ശാരീരികമായ ജനനമുള്ളവരെല്ലാം പ്രകൃതി ജനനമുള്ളവരാണ്, സ്വാഭാവിക ജനനം. I was a Hindu. ഞാനൊരു ഹിന്ദുവാണ്. Maybe you were a Christian. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചവനാകാം, Maybe any religion. വേറെ ഏതെങ്കിലും മതത്തിൽ But we ഉൾപ്പെട്ടവരാകാം. have one common background. പക്ഷേ നമുക്കെല്ലാം ഒരു പൊതു പശ്ചാത്തലമുണ്ട്. We were all born sinners. നാം എല്ലാവരും പാപികളായി ജനിച്ചവരാണ്. Everyone who's born of marriage of husband and wife
man and woman relationship is born a sinner. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സംയോജിത ഫലമായി ജനിച്ച എല്ലാ മനുഷ്യരും പാപത്തിൽ ജനിച്ചവരാണ്. So sin is inside of us. പാപം നമ്മുടെ അകത്തുണ്ട്. We are all born naturally. നാം എല്ലാവരും സ്വാഭാവിക ജനനമുള്ളവരാണ്. But when we turn to Jesus, എന്നാൽ യേശുവിങ്കലേക്ക് നാം when we തിരിയുമ്പോൾ, repent of our sins, പാപത്തെ മാനസാന്തരപ്പെടുമ്പോൾ, when we say no to the things of the world, ലോകത്തോട് നാം നോ എന്ന് പറയുമ്പോൾ, we appropriate the finished work of Jesus on the cross into our life. യേശുക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണീയ വേല നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുകയാണ്. So me as a Hindu Brahmin, ഒരു ഹിന്ദു ബ്രാഹ്മൺ കുടുംബത്തിൽ when I believed in Jesus, യേശുവിൽ ജനിക്കുമ്പോൾ my sins are washed away. എന്റെ പാപങ്ങൾ കഴുകപ്പെടുന്നു. I received moksha. ഞാൻ അവിടെ മോക്ഷം പ്രാപിക്കുന്നു. My body becomes a temple of the living God. എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമായി മാറുന്നു. So I become spiritual. ഞാൻ അങ്ങനെ ആത്മീയനായി തീരുന്നു. You and I, ഞാനും നിങ്ങളും we are all born natural. സ്വാഭാവിക ജനനം പ്രാപിച്ചവരാണ്. We become spiritual നാം ആത്മീയരായത് when we give our life to Jesus. യേശുവിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചപ്പോഴാണ്. How many say amen to that? എത്ര പേർക്ക് അതിന് ആമേൻ പറയുവാൻ കഴിയും? Amen. Now I'm teaching the word of God. I don't want to preach. ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുകയാണ്, പ്രസംഗിക്കുകയല്ല. I want you to receive the truth of revelation of God's word. ദൈവവചനത്തിന്റെ സത്യ വെളിപ്പാട് നിങ്ങൾ പ്രാപിക്കണം. We were born natural. സ്വാഭാവിക ജനനമുള്ളവർ. Maybe you were born in Pentecostal church. ഒരുപക്ഷേ നിങ്ങൾ പെന്തക്കോസ്ത് പശ്ചാത്തലത്തിലായിരിക്കാം. Maybe you were born, your father was a pastor, your father may be pastor, your grandfather may be bishop, whatever. പിതാവ് പാസ്റ്ററോ വലിയപ്പച്ചൻ ബിഷപ്പോ ആയിരുന്ന ഒരു പശ്ചാത്തലം നിങ്ങൾക്കുണ്ടാവാം. Just because you're born in a Christian family doesn't give you ticket for salvation. ആമ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് രക്ഷയുടെ ടിക്കറ്റ് നിങ്ങൾക്ക് ആർക്കും കിട്ടുകയില്ല. You need to have a personal relationship with the living God. ജീവനുള്ള ദൈവവുമായ ഒരു വ്യക്തിപരമായ ബന്ധം ആവശ്യമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. They should have personal encounter with God. ദൈവവുമായ ഒരു വ്യക്തിപരമായ ബന്ധം ആവശ്യമാണ്. So we are born natural. സ്വാഭാവിക ജനനമുള്ളവർ. When we give our life to Jesus, യേശുവിന് ജീവിതത്തെ കൊടുത്തപ്പോൾ we become spiritual. നാം ആത്മീയരായി മാറി. How many understand this? എത്ര പേർക്ക് മനസ്സിലായി? Now എന്നാൽ we are born natural. പ്രകൃതിയിൽ ജനിച്ചവർ, We give life to Jesus. ജീവിതത്തെ യേശുവിന് We കൊടുത്തവർ, become spiritual. നാം ആത്മീയരായി തീർന്നവർ. But when we learn to walk with the Holy Spirit, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുവാൻ നാം പഠിക്കുമ്പോൾ we live a life of supernatural. നാം ഒരു പ്രകൃതിയാതീത തലത്തിൽ നടകൊള്ളുവാൻ തയ്യാറാവുകയാണ്. ആമേൻ. You don't understand this. ഇത് പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. I will give you the scriptures. ആമേൻ. തിരുവെഴുത്തുകളെ ഞാൻ ആധാരമാക്കി പറയട്ടെ. This is really deep. അത് അല്പം ആത്മീയമായ ആഴമുള്ള വസ്തുതയാണ്. God taught me this. എന്നോട് ദൈവം ഇത് I've സംസാരിച്ചതാണ്. never been to Bible college. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചതല്ല. Holy Spirit in the Word of God. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പഠിപ്പിച്ചത്. I'm born natural. ആമേൻ. ജന്മന പ്രകൃതിയിൽ I give ജനിച്ചവർ my life to Jesus. യേശുവിന് ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ I walk with the Holy Spirit. പരിശുദ്ധാത്മാവിനോടുകൂടെ നടക്കുവാൻ തുടങ്ങിയപ്പോൾ I learn to live a life of supernatural. അവൻ പ്രകൃതിയാതീതമായ അനുഭവങ്ങളോടുകൂടെ ജീവിക്കുവാൻ ഇടയാവുന്നു. Now you may say, നിങ്ങൾ ചോദിക്കുമായിരിക്കും, Pastor, you don't know my house. അവൻ പാസ്റ്ററെ നിങ്ങൾക്ക് എന്റെ You ഭവനം don't know അറിയില്ല, my husband. എന്റെ ഭർത്താവിനെ You don't know അറിയില്ല, my wife. എന്റെ ഭാര്യ You അറിയില്ല, don't know my finances. എന്റെ സാമ്പത്തിക You നിലവാരം don't know അറിയില്ല, my health. എന്റെ ആരോഗ്യം അറിയില്ല. Listen carefully. ശ്രദ്ധിക്കുക. Naturally, you cannot do anything. ഈ പ്രകൃതി സ്വാഭാവികമായി ഈ കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്തതാണ്. You have no power to do anything. അവൻ ഇതൊന്നും ചെയ്യുവാൻ നിങ്ങൾക്ക് സ്വാഭാവിക But ശക്തിയില്ല. when you give your life to Jesus, എന്നാൽ യേശുവിന്റെ കരങ്ങളിൽ when your ജീവിതത്തെ body കൊടുക്കുമ്പോൾ, becomes a temple, അവൻ നിങ്ങളുടെ ശരീരം ദൈവത്തിന് the അന്നേരമാകുമ്പോൾ spiritual man ആത്മീക മനുഷ്യൻ understand the things of God. ദൈവകാര്യങ്ങൾ ഗ്രഹിക്കുന്ന മനുഷ്യൻ. Natural man doesn't understand anything. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം The ഗ്രഹിക്കുന്നില്ല. spiritual man understands everything. ആത്മീക മനുഷ്യൻ അത് ഗ്രഹിക്കുന്നു. So when the spiritual man walks with the Holy Spirit, ആത്മീക മനുഷ്യൻ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുമ്പോൾ I have the mind of Christ. എനിക്ക് ക്രിസ്തുവിന്റെ മനസ്സ് ലഭിക്കുന്നു. I understand the heart of God. ഞാൻ ക്രിസ്തുവിന്റെ ഹൃദയം ഗ്രഹിക്കുന്നു. I get the power of God. അവൻ ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ ഉണ്ടാവുന്നു. How many understand this? എത്ര പേർക്ക് ഈ കാര്യം മനസ്സിലാകുന്നുണ്ട്? Let me give you examples from the Bible. ആമേൻ. വചനത്തിൽ നിന്ന് ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. Acts chapter 10, അപ്പോസ്തല പ്രവൃത്തി 10 verse 38. 38 വാക്യം. Acts chapter 10,
അപ്പോസ്തല പ്രവൃത്തി verse 38. Somebody can read it in Malayalam. 38. ആമേൻ. Give him the mic, please. You can sing and read. നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കുകയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. Acts 10:38. Now listen to this step by step. ആമേൻ. ഈ വാക്യം പടിപടിയായി ശ്രദ്ധിക്കുക. God anointed Yeshua, യേശു ക്രിസ്തുവിനെ ദൈവം അഭിഷേകം ചെയ്തു. filled with the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിറച്ചു. Did you hear that? നിങ്ങളുടെ പുസ്തകത്തിൽ അതുണ്ടോ? Did you hear that in the Bible? ആമേൻ. വചനത്തിൽ വായിച്ചത് നിങ്ങൾ കേട്ടോ? അങ്ങനെ I want your response. നിങ്ങൾ പ്രതികരിച്ചാട്ടെ. ശരിയെങ്കിൽ ശരിയെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. My name is Shaker. I will make sure I shake everybody. എന്റെ പേര് ശേഖർ എന്നാണ്. നിങ്ങളെ എല്ലാം ഞാൻ പിടിച്ച് ഷെയ്ക്ക് ചെയ്യുന്ന. Does your Bible say? നിങ്ങളുടെ വേദപുസ്തകത്തിൽ അങ്ങനെയുണ്ടോ? God anointed Jesus with the Holy Spirit. Did you? ദൈവം യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചുവോ? Okay. God anointed Jesus with the Holy Spirit. ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു. Now listen to this. Now what does the Bible say? വചനം എന്ത് പറയുന്നു? Look at my hand. എന്റെ കരത്തെ നോക്കിയേ. Look at me, look at me, look ഈ at me. കരത്തേനോട് നോക്കിയേ. He went about doing good അവൻ നന്മ ചെയ്തും and healing all the sick. രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് പുറപ്പെട്ടു. Underline it clearly. അത് വളരെ വ്യക്തമായി അണ്ടർലൈൻ ചെയ്യുക. Jesus, full of the Holy Spirit, അവൻ ആത്മനിറവ് പ്രാപിച്ച ദൈവപുത്രൻ he went about doing good നന്മ ചെയ്തും കൊണ്ട് and healing all the sick. രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് യാത്ര ചെയ്തു. There used to be old clocks. അവിടെ പഴയ വസ്ത്രങ്ങളോടുള്ള ബന്ധത്തിൽ Clocks. They used to have pendulum. പഴയ ക്ലോക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ? പെൻഡുലം ഉള്ള ക്ലോക്കുകൾ. You saw that pendulum? It will go like this, equal. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് ഒരു പാതി ഇടത്തോട്ട് പോകുന്നത് പോലെ തന്നെ വലത്തോട്ടും പോകും. It will not go like this. Half oscillation. ആമേൻ. ഒരു ഭാഗം മാത്രമല്ല യാത്ര ചെയ്യുന്നത്, രണ്ട് ഭാഗത്തോട്ടും ഒരുപോലെ പോകും. It will oscillate fully. ആമേൻ. രണ്ട് ഭാഗത്തോട്ടും ഒരുപോലെ തന്നെ So യാത്ര when it ചെയ്യും. oscillates fully, അങ്ങനെ അത് യാത്ര ചെയ്യുമ്പോൾ the time begins to move. ആമേൻ അവിടെ ഓരോ സമയം മാറിക്കൊണ്ടിരിക്കും. Look at Jesus. യേശുവിനെ നോക്കുക. Full of the Holy Spirit, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ദൈവപുത്രൻ went about doing good, അവൻ നന്മ ചെയ്യുവാനായി പുറപ്പെട്ടു, healing all the sick. അതേപോലെ തന്നെ മറുവശത്ത് താൻ സകല രോഗികളെയും സൗഖ്യമാക്കി. Pastors, leaders, husbands, wives, listen to this. അവൻ പാസ്റ്റർമാരെ, ഭാര്യമാരെ, ഇത് ശ്രദ്ധിക്കുക. Young people, listen to this. അവൻ യുവക്കന്മാരെ ശ്രദ്ധിക്കുക. Went about doing good നന്മ ചെയ്യുവാനായി യേശു പുറപ്പെട്ടു. is the fruit of the Spirit. അത് ആത്മാവിന്റെ ഒരു ഫലമാണ്. നന്മ ചെയ്യുക is the character of Jesus. യേശുവിന്റെ സ്വഭാവമാണത്. Fruit of the Spirit, ആത്മാവിന്റെ ഫലം, character of Jesus, യേശുവിന്റെ സ്വഭാവം, salt of the earth. ലോകത്തിന്റെ ഉപ്പാണത്. Uppu is very important. ആമേൻ. ഉപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. Whether moru or mean curry, beef curry, rice, ice cream, ellaru uppa venam. Correct? പരിഭാഷ ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായില്ലല്ലോ അത്. സ്തോത്രം. Please encourage me. I'm learning Malayalam little. വെരി ഗുഡ്, വെരി ഗുഡ്. Is it correct what I said? വണ്ടർഫുൾ. ഒന്ന് കൈ Appreciate me. പ്രോത്സാഹിപ്പിച്ച്. Uppu is very important. ഉപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. In the food, ഭക്ഷണത്തിൽ, in the ice cream, ഐസ്ക്രീമിൽ, pickles, പിക്കിൾസിൽ, പപ്പടം. Uppu is very important. ഉപ്പ് വളരെ പ്രധാനപ്പെട്ടത്. Without uppu, no taste. ഉപ്പില്ലെങ്കിൽ രുചിയില്ല. Uppu is found in the king's house. Uppu is found in the beggar's house. ആമേൻ. രാജാവിന്റെ ഭവനം മുതൽ ഭിക്ഷക്കാരന്റെ ഭവനത്തിൽ വരെയും ഉപ്പുണ്ടാവും. Why did God say you will be the salt of the earth? യേശു എന്തുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ് എന്ന്?
Why did he not say you will be the sugar of the world? അവൻ ലോകത്തിന്റെ പഞ്ചാരയാകുമെന്ന് എന്താ യേശു പറയാഞ്ഞ്? If God had to say you're the sugar of the world, അവൻ ദൈവം പറയുകയാണ് നിങ്ങൾ ലോകത്തിന്റെ പഞ്ചാരയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ every day you would sugar. ആമേൻ, നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ഷുഗർ കഴിച്ചുകൊണ്ടിരുന്നാൽ, Morning sugar, evening sugar, night sugar. ആമേൻ, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വല്ല ഷുഗർ, And then God will say, ദൈവം എന്ത് പറയും? he's too sweet, bring him home. ആമേൻ, അത് വളരെ മനോഹരമായിരിക്കുന്നു, ഇങ്ങ് കൊണ്ടുവരിക. He didn't say sugar. അവൻ പഞ്ചസാര എന്ന് പറയാതെ He said salt. ഉപ്പിനോടാണ് അവിടെ താരതമ്യപ്പെടുത്തിയത്. Salt dissolves. ഉപ്പ് ആമേൻ പാനീയത്തിൽ അത് ലയിച്ചു ചേരുന്നു. Salt gives taste. ആമേൻ, ഉപ്പ് രുചി തരുന്നു. Salt gives energy. ആമേൻ, ഉപ്പ് ആരോഗ്യം തരുന്നു. Jesus, full of the Holy Spirit. യേശു ആത്മാവിൽ നിറഞ്ഞവനായി. Joji, please sit down. I'm distracted. Don't talk. Listen carefully, pastors. Listen very carefully. ആമേൻ, ഇത് വളരെ ശ്രദ്ധിക്കണമേ പ്രിയരെ. Jesus, full of the Holy Spirit. യേശു ആത്മാവിൽ നിറഞ്ഞവനായി, Doing good. നന്മ ചെയ്തു. Filled with the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, Doing good. നന്മ ചെയ്തു. Many times, പല സമയങ്ങളിൽ Pentecostals, പെന്തക്കോസ്തുകാർ we believe നാം we വിശ്വസിക്കുന്നു need Holy Spirit. നമുക്ക് പരിശുദ്ധാത്മാവിനെ We വേണം. need power ആമേൻ, പരിശുദ്ധാത്മാവിന്റെ for ശക്തി, miracles, ആമേൻ, അത്ഭുതം for ചെയ്യുവാൻ, healings, ആമേൻ, രോഗികളെ for സൗഖ്യമാക്കും, glory of God. ദൈവമഹത്വത്തിനായി. That's true. അത് ശരി തന്നെയാണ്. But that is not the full truth. ആമേൻ, പക്ഷേ പൂർണ്ണ സത്യമില്ല ഇതിനകത്ത്. What is the full truth? എന്താണ് പൂർണ്ണ സത്യം? Jesus, യേശു filled with the Holy Spirit, ആത്മ നിറഞ്ഞു, he went about doing good. അവൻ നന്മ ചെയ്യുവാൻ പുറപ്പെട്ടു. Doing good. അവൻ നന്മ ചെയ്യുവാൻ പുറപ്പെട്ടു. Loving people. ആളുകളെ സ്നേഹിക്കുന്നു, Forgiving people. ആളുകളോട് ക്ഷമിക്കുന്നു, Loving each other. അന്യോന്യം സ്നേഹിക്കുന്നു. What does it mean, doing good? എന്താണ് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ? Hello. പറഞ്ഞാട്ടെ, Husband loving his wife is doing good. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നന്മ ചെയ്യുകയാണ്. Wife loving the husband is doing good. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുക എന്നതിന് നന്മ ചെയ്യുക എന്ന് തന്നെയാണ്. Parents loving the children is good. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത് നന്മ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. Pastors loving the congregation is good. പാസ്റ്റേഴ്സ് ജനത്തെ സ്നേഹിക്കുന്നത് നന്മയുടെ ഭാഗമാണ്. Church loving the pastors is good. വിശ്വാസികൾ പാസ്റ്റേഴ്സിനോട് സ്നേഹമുള്ളവരായിരിക്കുക നന്മയുടെ One ഭാഗമാണ്. pastor from another denomination pastor loving each other is good. ഒരു സംഘടനയിൽപ്പെട്ട ശുശ്രൂഷകന്മാർ മറ്റൊരു സംഘടനയിലെ ശുശ്രൂഷകന്മാരെ സ്നേഹിക്കുന്നതും നന്മയുടെ ഭാഗമാണ്. Forgiving is good. ക്ഷമിക്കുന്നത് നന്മയാണ്. Showing mercy is good. കരുണ കാണിക്കുന്നത് നന്മയാണ്. Being kind is good. ദയ കാണിക്കുക നന്മയാണ്. Talking lovingly is good. സ്നേഹത്തോടെ സംഭാഷിക്കുക എന്നതും നന്മയാണ്. Listening to people's problem is good. ആളുകളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നതും ഒരു നന്മ പ്രവൃത്തിയാണ്. So Jesus went about doing good. യേശു നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു. But some of us, എന്നാൽ നമ്മിൽ ചിലർ no, not this church. Some of us, ഞങ്ങളിൽ ചിലർ, no, not in Kerala. Okay. All Mumbai people. മുംബൈയിലെ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. Full of the Holy Spirit. അവൻ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ്. They will speak in tongues. ആന്യഭാഷയിൽ നന്നായി സംസാരിക്കും. But they will not forgive the brothers. പക്ഷേ സഹോദരനോട് ക്ഷമിക്കുകയില്ല. Husband will not love his wife. അവൻ അന്യഭാഷ പറയുന്ന ഭർത്താവ് Wife will not love the husband. അവൻ ഭാര്യയോടോ ഭർത്താവിനോടോ There's സ്നേഹമുള്ളവരല്ല. always fight. അവൻ അവിടെ എപ്പോഴും യുദ്ധമാണ്. Not in Kerala. കേരളത്തിലെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. Kerala, all spiritual people. കേരളത്തിൽ അങ്ങനൊന്നും അല്ല, നല്ല ആത്മീയരായ ആളുകളാണ്. So when the Holy Spirit comes, പരിശുദ്ധാത്മാവ് വരുമ്പോൾ we have power. നമുക്ക് ശക്തിയുണ്ട്. We will shout. അവൻ We'll clap hands. അവൻ കൈയടിക്കും, ദൈവത്തെ സ്തുതിക്കും. We feel the glory of God. അവൻ ദൈവ സാന്നിധ്യം നാം മനസ്സിലാക്കും. But when you go home, വീട്ടിൽ ചെല്ലുമ്പോൾ brother will fight against brother. അവൻ സഹോദരനോട് യുദ്ധം ചെയ്യുന്നു. My property, your property. അവൻ എന്റെ വസ്തുവക നിന്റെ വസ്തുവക എന്ന് പറഞ്ഞ പ്രശ്നം. And then go back to prayer meeting. Stotram, hallelujah, Thostram, hallelujah, Stotram. അവൻ ഭവനത്തിൽ ശേഷം പ്രാർത്ഥനയ്ക്ക് എന്നാലോ ശക്തമായ അന്യഭാഷ സ്തോത്രവും പ്രാർത്ഥനയും. No. I'm not talking about you people. അവൻ നിങ്ങളെ കുറിച്ച് അല്ല ഈ കാര്യം ഒന്നും പറയുന്നത്.
What is Jesus saying? യേശു എന്താണ് പറയുന്നത്? If we just follow the truth, നാം സത്യത്തെ പിൻപറ്റിയാൽ people will follow after Jesus like this. യേശു ക്രിസ്തുവിനെ ജനം ഇതുപോലെ തന്നെ അനുധാവനം ചെയ്യുവാനിടയാകും. The Bible says, വചനം പറയുന്നു, this is the truth. സത്യം ശ്രദ്ധിക്കുക. He went about doing good അവൻ നന്മ ചെയ്യുവാൻ കൊണ്ട് പുറപ്പെട്ടു, and healing all the sick. സകല രോഗികളെയും സൗഖ്യമാക്കി. So everybody who believed in Jesus, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും they are born natural, അവർ പ്രകൃതിപരമായി ജനിച്ചവർ. but when they give their life to Jesus ജീവിതത്തെ യേശുവിന് കൊടുത്തപ്പോൾ, and they fellowship with the Holy Spirit, പരിശുദ്ധാത്മാവിനോടുകൂടെ കൂട്ടായ്മയിൽ നടക്കുമ്പോൾ we are commanded to do good, നാം നന്മ ചെയ്യുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. to be the salt of the earth and the light of the world. ലോകത്തിന്റെ വെളിച്ചമായും ഉപ്പായും തീരപ്പെടേണ്ടവർ. First, I have to be salt and the light in my marriage, in my home. ഒന്നാമത് എന്റെ കുടുംബത്തിൽ, എന്റെ വിവാഹ ജീവിതത്തിൽ ഞാൻ ഉപ്പായും വെളിച്ചമായും തീരണം. With my wife and children, മക്കളോടും ഭാര്യയോടും, husband and children, ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും, wife, husband and children. അവൻ ഭാര്യ, ഭർത്താവ്, മക്കൾ. Then with my family in the house of God. അവൻ ദൈവത്തിന്റെ സഭയിലുള്ള കുടുംബങ്ങളോട്. Then in the body of Christ. ക്രിസ്തുവിന്റെ ശരീരത്തോട്. Then in Mavalkera. പിന്നെ മാവേലിക്കര മുഴുവനും. Then in Kerala. ശേഷം കേരളത്തിൽ മുഴുവൻ. Then for India. അങ്ങനെ ശേഷമാവണം ഇന്ത്യയിൽ. But the problem with us is, അവൻ എന്നാൽ നമ്മുടെ കാര്യ പ്രശ്നം എന്താണ്? we are light of the world and the salt of the earth to the world. അവൻ ലോകത്തോടുള്ള ബന്ധത്തിൽ നാം ലോകത്തിന്റെ വെളിച്ചവും ഉപ്പുമാണ്. But for our home, നമ്മുടെ ഭവനത്തിലോ we are the same people. അവൻ നാം പഴയ ആളുകൾ തന്നെ. Same problem. അവൻ പഴയ പ്രശ്നം ഇപ്പോഴും. Same anger. അവൻ പഴയ കോപം. Same unforgiveness. അവൻ ക്ഷമിക്കപ്പെടായ്മ എപ്പോഴും. How will Kerala change? എങ്ങനെയാ ഇങ്ങനെയായിരിക്കെ കേരളം രൂപാന്തരപ്പെടുക? Because they will say, അവർ പറയില്ലേ, these people, ഈ ആളുകൾ they talk big. അവർ വലിയ കാര്യം പറയും. They make a lot of noise. അവൻ ഒത്തിരി ശബ്ദം ഉണ്ടാക്കും. They say that God is living. ദൈവം ജീവിക്കുന്നു എന്നൊക്കെ പറയും. But look at their home. അവൻ പക്ഷേ അവരുടെ Look കുടുംബത്തെ at their ശ്രദ്ധിച്ച്, marriage. അവരുടെ വിവാഹത്തെ ശ്രദ്ധിച്ച്, Look at the children. ആ മക്കളെ ശ്രദ്ധിച്ച്, Look at the church. ആ സഭയെ ശ്രദ്ധിച്ച്, Nobody wants to come. അവൻ ഇത് കണ്ടിട്ട് ആർക്കും വരുവാൻ തോന്നുന്നില്ല. ഹല്ലേലൂയ. Are you listening? നിങ്ങൾ ശ്രദ്ധിക്കുന്നുവോ? Hello. ആമേൻ. You gave me permission to speak the truth. ആമേൻ. ഇന്നലെ നിങ്ങൾ എനിക്ക് അനുവാദം തന്നിരിക്കുക സത്യം പറയുവാൻ. So I'm only bringing the truth. ആമേൻ. സത്യം പറയുന്നു എന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. Even if you don't invite me again for the convention, doesn't matter. ആമേൻ. അടുത്ത കൺവെൻഷൻ ക്ഷണിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. I will speak the word of God. ദൈവ വചനത്തിലെ സത്യം ഞാൻ വിളിച്ചു പറയുന്നു. Now listen to this. ശ്രദ്ധിക്കുക. From today, ഇന്നു മുതൽ we will change. നാം രൂപാന്തരപ്പെടും. ആമേൻ. Forget yesterday. ഇന്നലത്തെ കാര്യങ്ങൾ മറക്കുക. But today onwards, ഇന്നു മുതൽ we are willing to change. നാം മാറുവാൻ തയ്യാറാവുകയാണ്. Paul said, പൗലോസ് പറയുന്നു, if anyone is in Christ Jesus, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ he's a new creation. അവൻ പുതിയ സൃഷ്ടിയത്രേ. Old things passed away. പഴയ കാര്യങ്ങൾ കഴിഞ്ഞുപോയി. All things become new. കണ്ടാലും സകലതും പുതുതായി. Because the DNA of the Father is the Holy Spirit. അവൻ കാരണം സ്വർഗീയ പിതാവിൽ നിന്ന് ലഭിച്ചതായ DNA എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. So when the Holy Spirit comes inside of me, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നാൽ He changes me. അത് നമ്മെ വ്യത്യാസപ്പെടുന്നു. He gives me divine ability. ആമേൻ. അത് നമുക്ക് ദൈവികമായ കഴിവുകൾ നൽകും. He gives me God's ability. ദൈവിക ശക്തി നൽകി തരും. So what happened to Jesus? യേശുവിൽ എന്ത് സംഭവിച്ചു? Who is my guru? ആരാണ് എന്റെ ഗുരു? My guru is not Vivekananda. വിവേകാനന്ദനല്ല എന്റെ My ഗുരു. guru is not Ambedkar. അംബേദ്കർ അല്ല എന്റെ ഗുരു. My guru is not Ram or Muhammad or Buddha. രാമോ മുഹമ്മദോ ബുദ്ധയോ അല്ല എന്റെ ഗുരു. My guru is not any man or a woman. ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യനോ സ്ത്രീയോ അല്ല എന്റെ ഗുരു. My guru is Yeshua Masiha. എന്റെ ഗുരു എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. So I want to be like him. ആമേൻ. എനിക്ക് അവനെ പോലെയാകണം. I want to be like Jesus. എനിക്ക് യേശുവിനെ പോലെയാകണം. So when I look at Jesus, യേശുവിനെ നോക്കുമ്പോൾ the Bible tells me വചനം പറയുന്നു, he was full of the Holy Spirit. അവൻ ആത്മാവിൽ നിറഞ്ഞു. And he went about doing good. അവൻ നന്മ ചെയ്തു.
and healing all the sick. സകല രോഗികളെയും സൗഖ്യം വരുത്തി. Look at the life of people. ചില ആളുകളുടെ ജീവിതം ശ്രദ്ധിക്കുക. Peter. പത്രോസ്. Peter was born natural. പത്രോസ് സ്വാഭാവിക ജന്മം പ്രാപിച്ചവൻ. And when he began to follow Jesus, യേശുവിനെ അനുധാവനം ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ very fearful, വളരെ ഭയമുള്ളവൻ, very timid. വളരെ ഭയമുള്ളവൻ. He will say one thing and he'll do something else. അവൻ പറയുന്നത് വലിയ കാര്യങ്ങൾ, ചെയ്യുന്നത് വേറെ പല കാര്യങ്ങൾ. He will promise God to follow. അവൻ ദൈവത്തോട് പറയും ഞാൻ അങ്ങയെ പിൻപറ്റാം. Next morning he'll deny. അവൻ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും അവൻ തള്ളി That പറയും. is the life of Peter. പത്രോസിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. But when he believed in Jesus, എന്നാൽ യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ, and he began to follow Jesus, യേശുവിനെ അനുധാവനം ചെയ്യുവാൻ he തുടങ്ങിയപ്പോൾ became spiritual. അവൻ ആത്മീയനായി മാറി. And so the Lord told him, ദൈവം അവനോട് പറഞ്ഞു, you wait in the upper room. അവൻ നീ മാളിക മുറിയിൽ കാത്തിരിക്കുക. He was waiting in the upper room. അവൻ അതനുസരിച്ച് കാത്തിരുന്നു. When the Holy Spirit came, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ life of Peter changed. പത്രോസിന്റെ ജീവിതം മാറ്റം മറിച്ചിലുണ്ടായി. He went about doing good, അവൻ നന്മ ചെയ്യുവാൻ പുറപ്പെട്ടു. healing the sick. അവൻ രോഗികളെ സൗഖ്യമാക്കി. He did exactly what Jesus was doing. യേശുവിൽ അഭിഷേകം വ്യാപരിച്ചപ്പോൾ ചെയ്ത അതേ കാര്യം പത്രോസ് ചെയ്തു. He began to do what Jesus did on this earth. യേശു ചെയ്തതുപോലെ പത്രോസും ചെയ്തു. He healed the sick. രോഗികളെ സൗഖ്യമാക്കി. He loved the people. ജനത്തെ സ്നേഹിച്ചു. A fisherman, ഒരു കേവല മുക്കുവൻ. even his shadows began to heal. അവന്റെ നിഴൽ തട്ടി ആളുകൾ സൗഖ്യമാകാൻ He healed. God healed him. He used him to heal his mother-in-law. അവൻ തന്റെ അമ്മാവിയമ്മയെ സൗഖ്യമാക്കിയ ചരിത്രം നമുക്കറിയാം. He wrote the 2 books of the New Testament. പുതിയ നിയമത്തിൽ 2 പുസ്തകങ്ങൾ നമുക്ക് എഴുതി തന്നിരിക്കുന്നു. People called him a man with learned words. അവൻ വാസ്തവത്തിൽ പഠിപ്പില്ലാത്ത മനുഷ്യൻ എന്നാണ് ലോകം അവനെ കുറിച്ച് പറഞ്ഞത്. How come? എങ്ങനെ സംഭവിച്ചു? Because he was natural. അവൻ സ്വാഭാവികമായി ജനിച്ചവനെങ്കിലും He gave his life to Jesus. യേശുവിനായി ജീവിതം കൊടുത്തതുകൊണ്ട്, When he walked with the Holy Spirit, പരിശുദ്ധാത്മാവിൽ നടന്നതുകൊണ്ട് he began to walk supernatural. അവൻ പ്രകൃതിയാതീത തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു. He began to heal. His shadows began to heal people. തന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി. The handkerchiefs began to heal people. അവൻ തന്റെ മേൽ നിന്ന് ഉറുമാലുകൾ കൊണ്ടിട്ട് രോഗികൾ സൗഖ്യമായിരുന്നു. His life was supernatural. അവന്റെ ജീവിതം പ്രകൃതിയാതീത തലത്തിലെത്തി. Look at Paul. പൗലോസിന്റെ ജീവിതമോ? Paul was born natural. പൗലോസും ഒരു സാധാരണ മനുഷ്യനായി ജനിച്ചവൻ. He was a murderer. കൊലപാതകൻ. He was against God's people. ദൈവജനത്തിനെതിരായി നിന്നവൻ. Whoever followed Jesus, he killed them. ആരെല്ലാം യേശുവിനെ അനുഗമിക്കുമോ അവനെ എല്ലാം കൊല്ലുക. But look at his life. എന്നാൽ തന്റെ ജീവിതം ശ്രദ്ധിച്ച് When he encountered Christ, ക്രിസ്തുവുമായി കണ്ടുമുട്ടിയപ്പോൾ his body became the living temple. അവൻ തന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി മാറിയപ്പോൾ Holy Spirit came upon him. പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്നു. He began to live a supernatural life. ആത്മതലത്തിൽ അവൻ നടക്കുവാൻ തുടങ്ങി. He was no more a murderer. അവൻ ഒരിക്കലും പിന്നീട് ഒരു കൊലപാതകനല്ലായിരുന്നു. He began to love people. അവൻ ആളുകളെ സ്നേഹിക്കുവാൻ തുടങ്ങി. He never used to hate Christians. അവൻ ക്രിസ്ത്യാനികളെ പിന്നീട് ദ്വേഷിച്ചിട്ടില്ല. He began to love all of them. എല്ലാവരെയും സ്നേഹിക്കുവാൻ തുടങ്ങി. He brought unity between the Jews and the Gentiles. യഹൂദന്മാരെയും ജാതികളെയും തമ്മിൽ ഒന്നിപ്പിക്കുവാൻ പരിശ്രമിച്ചു. He didn't reject Gentiles. അവൻ ജാതികളെ തള്ളിക്കളഞ്ഞില്ല. Whatever revelation God gave him, he gave it to Gentiles. അവൻ ദൈവം തനിക്ക് നൽകിയ വെളിപ്പാടുകൾ ജാതികളോട് പങ്കുവച്ചു. He was in the prison. അവൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ He began to praise God. അവൻ പ്രാർത്ഥിക്കുവാൻ He തുടങ്ങിയപ്പോൾ began to give glory to God. അവൻ മഹത്വം ദൈവത്തിന് കൊടുക്കുവാൻ The തുടങ്ങിയപ്പോൾ prison doors opened. അവിടെ നാം കാണുന്നു കാരാഗ്രഹത്തിന്റെ വാതിലുകൾ Every day തുറന്നു. in Paul's life was supernatural. പൗലോസിന്റെ ജീവിതം ആകമാനം പ്രകൃതിയാതീതമായി. What are we learning today? എന്താണ് നാം ഇന്ന് പഠിക്കുന്നത്? We are learning the truth of God's word. ദൈവവചനത്തിന്റെ സത്യം നാം ഗ്രഹിക്കുന്നു. That it is not only for Jesus to live a supernatural life, യേശുക്രിസ്തു മാത്രമല്ല പ്രകൃതിയാതീതമായ ജീവിതം നയിച്ചത്. but followers of Jesus can also live a supernatural life. യേശുവിനെ അനുധാവനം ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും അങ്ങനെ ഒരു തലത്തിലെത്തുവാൻ കഴിയും. It is not only for pastors, അത് പാസ്റ്റർമാർക്ക് മാത്രമല്ല, but every member, ladies, women sitting here, ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാർക്കും, every man sitting here, ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷന്മാർക്കും, every young one sitting here, ഇവിടെ ഇരിക്കുന്ന ഓരോ ചെറുപ്പക്കാർക്കും we all can walk supernatural life. നമുക്കെല്ലാവർക്കും ഈ ആത്മീയ തലത്തിന്റെ ഉയർച്ചയിലെത്തുവാൻ കഴിയും. You have been appointed and anointed for the call of God. ദൈവ വിളിയാൽ നിങ്ങൾ നിയമിക്കപ്പെട്ടവരും നയിക്കപ്പെട്ടവരും ആക്കി വെക്കപ്പെട്ടവരുമാണ്. Everyone sitting here is appointed
appointed and anointed in the call of God. ദൈവ വിളിയിൽ നിങ്ങൾ എല്ലാവരും അഭിഷക്തരും നിയമിക്കപ്പെട്ടവരുമാണ്. Look at my life. എന്റെ ജീവിതത്തെ ശ്രദ്ധിക്കുക. I'm a Brahmin boy. ഞാൻ ഒരു ബ്രാഹ്മൺ ബോയ് I ആയിരുന്നു. got saved 32 years ago. അവൻ 32 വർഷം മുൻപ് I read the Bible. അവൻ വചനം വായിക്കുവാൻ Holy തുടങ്ങി. Spirit came in my room. പരിശുദ്ധാത്മാവിന്റെ റൂമിൽ വന്നു. Every night, എല്ലാ രാത്രിയും glory of God would come. ദൈവ സാന്നിധ്യം God would speak to me. ഞാൻ എന്നോട് സംസാരിക്കുവാൻ And in തുടങ്ങി. the morning, രാവിലെ in my room, എന്റെ റൂമിൽ I will pray for people. അവൻ ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. My cousin sister, എന്റെ കസിൻ സിസ്റ്റർ, my aunt actually, she had no children. അവൻ മക്കളില്ലായിരുന്നു. When I prayed, അവൻ പ്രാർത്ഥിച്ചപ്പോൾ she was barren. അവൻ അവൾ മച്ചിയായിരുന്നു. God blessed the children. ദൈവം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. My uncle who was in paralysis in the hospital, അവൻ ഹോസ്പിറ്റലിലായിരുന്നു. എന്റെ അങ്കിൾ പാരലൈസ്ഡായിരുന്നു. I was just few days in the Lord. അവൻ ക്രിസ്തുവിലായിട്ട് ചില ദിവസങ്ങൾ മാത്രമേ എനിക്ക് അനുഭവമുള്ളൂ. I would follow the truth of God's word. അവൻ ദൈവവചനത്തിന്റെ സത്യം ഞാൻ And പിൻപറ്റുവാൻ speak തുടങ്ങി. God's word. ദൈവവചനം സംസാരിക്കാൻ തുടങ്ങി. I was not a pastor. ഞാനൊന്നൊരു പാസ്റ്റർ അല്ല. I was not even a church member. അവൻ എനിക്കെന്നൊരു സഭാ അംഗത്വം പോലുമില്ല. I was not even giving tithes. അവൻ ദശാംശം ഞാനൊന്ന് കൊടുത്തു I was തുടങ്ങിയിട്ടില്ല. not even water baptized. അവൻ ഞാനൊന്ന് സ്നാനപ്പെട്ടിട്ടില്ല. I never went to church. ഞാൻ സഭയിൽ പോയിട്ടേ ഇല്ല. I was just following the word of Jesus. അവൻ യേശുവിന്റെ വചനം I അനുസരിക്കുന്നു. was following the Holy Spirit. അവൻ ആത്മാവിൽ നയിക്കപ്പെടുന്നു. And I believed the word of God. ദൈവവചനം ഞാൻ വിശ്വസിച്ചു. And I said, Jesus, ഞാൻ യേശുവിനോട് പറഞ്ഞു, you got to heal my uncle. അവൻ എന്റെ അങ്കിളിനെ സൗഖ്യമാക്കണം. And God healed him. അവൻ ദൈവം സൗഖ്യമാക്കി. He came out of the ICU. ആ പക്ഷവാത രോഗി ഐസിയുവിൽ നിന്ന് പുറത്തു വന്നു. ആമേൻ. ഹല്ലേലൂയ. ജീസസ്. But today, ഇന്ന് I'm a part of the church. ഞാനൊരു സഭയുടെ ഭാഗമാണ്. From the last 30 years. കഴിഞ്ഞ 30 വർഷങ്ങളായി The church called New Life Fellowship. ന്യൂ ലൈഫ് ഫെലോഷിപ്പ് എന്നറിയപ്പെടുന്ന ഒരു സഭയുടെ അംഗമാണ്. My father is Dr. Joseph. ആമേൻ. എന്റെ ഫാദർ ഡോക്ടർ ജോസ്. Spiritual father. ആമേൻ. എന്റെ ആത്മീയ പിതാവ് ഡോക്ടർ ജോസ് എന്നയാളാണ്. I'm in the same church for the last 30 years. ആമേൻ. കഴിഞ്ഞ 30 വർഷമായ സഭയുടെ ഭാഗമായി ഞാൻ ആയിരിക്കുന്നു. I began to grow in the word of God. ദൈവവചനത്തിൽ ഞാൻ വളരുവാൻ തുടങ്ങി. And every day I walk എല്ലാ ദിവസവും ഞാൻ നടക്കുന്നു supernaturally. പ്രകൃതിയാതീത അനുഭവങ്ങളോടെ. Every day. എല്ലാ ദിവസവും. My marriage എന്റെ കുടുംബം is വിവാഹം supernatural. അത് അത്ഭുതമാണ്. Our children, മക്കൾ. my son, when he was born, അവൻ എന്റെ മകൻ ജനിച്ചപ്പോൾ the doctor said he'll be paraplegic. ആമൻ. There was lack of oxygen for 10 minutes. ശ്വാസം ലഭിക്കാത്ത ഒരു കുട്ടിയായിട്ട് അവസ്ഥയിലാണ്. There was lack of oxygen. ഓക്സിജൻ വേണ്ടത് പോലും ഉണ്ടായിരുന്നില്ല. The doctor said his brains will be destroyed. അവൻ അതുകൊണ്ട് അവന്റെ ബുദ്ധിക്ക് വളർച്ച ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. I cried to God. ഞാൻ ദൈവത്തോട് കരയുവാൻ And the തുടങ്ങി. Holy Spirit told me. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. I said, God, are you judging me? Any sin in my life, forgive me. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്റെ പാപത്തെ നീ കുറ്റം വിധിക്കുകയാണ്. എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. My sins, my wife or children. എന്റെ കുഞ്ഞുങ്ങളുടെയോ എന്റെ കുടുംബത്തിന്റെയോ കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. God said, no. ദൈവം പറഞ്ഞു, അതല്ല. I'm teaching you to go to the new level of anointing. ആമേൻ. അഭിഷേകത്തിന്റെ ഒരു പുതിയ തലത്തിലേക്ക് നിന്നെ നയിക്കുവാൻ ഞാൻ ചില പാഠം പഠിപ്പിക്കുകയാണ്. God allows challenges in life. ആമേൻ. ജീവിതത്തിൽ വെല്ലുവിളികൾ ദൈവം അനുവദിക്കും. To increase the anointing upon your life. നിന്റെ മേലുള്ള അഭിഷേകം വർദ്ധിക്കുവാൻ. God allows challenges in your life. ദൈവം നിന്റെ ജീവിതത്തിൽ വെല്ലുവിളികൾ അനുവദിക്കും. So that you will grow in faith and walk supernatural life. അങ്ങനെ നിങ്ങൾ വിശ്വാസത്തിൽ നടക്കുവാനും ആത്മാവിൽ വളരുവാനും ഇടയാകും. If God be for you, who can be against you? ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? Praise God. Hallelujah. So I said, God, Praise the Lord. my son എന്റെ മകൻ is paraplegic, the doctor says. അവൻ ഡോക്ടർ പറഞ്ഞു പാരബോളിക് ആണ്. Little baby. അവൻ ചെറിയ കുട്ടി. I washed my hands. അവൻ ഞാൻ എന്റെ കരങ്ങൾ കഴുകി. I took the oil. അവൻ അല്പം എണ്ണ എടുത്തു. I asked the doctor, ഞാൻ ഡോക്ടറോട് പറഞ്ഞു, can I get into this what is it called? No. Special room for children? ഇൻക്യുബേറ്റർ. Yeah. Anyway, only for special children it was kept. അവൻ പ്രത്യേകിച്ച് ഇതുപോലെയുള്ളതായ കുഞ്ഞുങ്ങളെ മാത്രം ശുശ്രൂഷിക്കുന്ന ആ റൂമിൽ ആയിരിക്കുകയാണ്. All the blue lights. അവൻ അവിടെയെല്ലാം നീല ലൈറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. I said, doctor, can I go? അവൻ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, എനിക്ക് ആ റൂമിലേക്ക് ഒന്ന് കയറാമോ? He says, go.
ഡോക്ടർ പറഞ്ഞു I told him I want to pray. എനിക്ക് പ്രാർത്ഥിക്കുവാനായിരുന്നു I took the oil, ഞാൻ അല്പം എണ്ണ എടുത്തു, anointed oil upon our child, എന്റെ പൈതലിന്റെ മേൽ ഞാൻ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്തു. and I prayed the word of God. ദൈവവചനം ഞാൻ പ്രാർത്ഥിച്ചു. I said, Lord, ദൈവമേ, you said in your word, നിന്റെ വചനത്തിൽ അങ്ങ് പറഞ്ഞിരിക്കുന്നു, if we ask for a bread, will you give you a stone? അപ്പം ചോദിച്ചാൽ നീ കല്ല് കൊടുക്കുമോ? We said, no. ദൈവം പറഞ്ഞു, ഒരിക്കലുമില്ല. You said, if you ask for the Holy Spirit, പരിശുദ്ധാത്മാവിനെ യാചിച്ചാൽ you will give the Holy Spirit. പരിശുദ്ധാത്മാവിനെ അങ്ങ് നൽകുകയില്ലേ? Now I pray ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു in Yeshua's name. യേശുവിന്റെ നാമത്തിൽ. His brain, doctor says, is damaged. ആ കുട്ടിയുടെ ബ്രെയിൻ കലങ്ങിയിരിക്കുന്നു എന്ന് ഡോക്ടർ പറയുന്നു. Lord, I pray, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, you will recreate his brains. അവന്റെ ബുദ്ധിയെ ഒന്ന് റീക്രിയേറ്റ് പുനഃസൃഷ്ടിക്കണമേ. You recreate his brains അവന്റെ ബുദ്ധിയെ ഒന്ന് പുനഃസൃഷ്ടിപ്പ് നടത്തണമേ. in Jesus' name. അവന്റെ തലച്ചോറ് യേശുവിന്റെ നാമത്തിൽ പുനഃസൃഷ്ടിപ്പിക്കപ്പെടട്ടെ. It was not a loud prayer. അത് ശബ്ദം ഉയർത്തിയ ഒരു പ്രാർത്ഥനയൊന്നുമല്ലായിരുന്നു. It was not loud noise. അവിടെ വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. It was the cry of the heart. അത് ഹൃദയത്തിന്റെ കരച്ചിലോടുകൂടി ഒരു I പ്രാർത്ഥന. prayed ഞാൻ പ്രാർത്ഥിച്ചു, and I came out. ഞാൻ പുറത്തു വന്നു. After one day, ഒരു ദിവസം കഴിഞ്ഞപ്പോൾ doctor said, ഡോക്ടർ പറഞ്ഞു, I have to check. ഞാൻ ചെക്ക് ചെയ്യട്ടെ. I said, what do you have to check? ഡോക്ടറോട് ഞാൻ ചോദിച്ചു, എന്താണ് The പരിശോധിക്കുന്നത്? swallowing and sucking has to match. ആഹാരം Sucking and swallowing. ആഹാരം വിഴുങ്ങുകയും അതുപോലെ തന്നെ പാല് കുടിക്കുകയും ചെയ്യുന്നത് ഒന്ന് മാച്ച് ചെയ്യണം. Otherwise the milk will go in the lungs and there will be another complication. മിൽക്ക് കുടിക്കുന്ന പാല് ശ്വാസകോശത്തിൽ ചെന്നാൽ അതിനേക്കാൾ വലിയ പ്രശ്നമാകും. So we prayed again. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. My wife and me. ഞാനും വൈഫും കൂടെ God, ദൈവമേ, let the swallowing and sucking be perfect. സ്വാലോയിങ്ങും സക്കിങ്ങും പാല് കുടിക്കുകയും വിഴുങ്ങുകയും ചെയ്യുന്നത് രണ്ടും ഒരുപോലെയാകട്ടെ യേശുവിന്റെ നാമത്തിൽ. Next morning, അടുത്ത ദിവസം swallowing and sucking was perfect. പാല കുടിക്കുകയും വിഴുങ്ങുകയും ചെയ്യുന്നത് ഒരുപോലെയായി. Then the doctor said, ഡോക്ടർ പറഞ്ഞു, I have to do the EEG test. EEG ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് നടത്തണമെന്ന്. I said, no problem, do EEG, ABCD, GFG, do any test. ഡോക്ടറോട് പറഞ്ഞു, EEG മാത്രമല്ല ABCD വരെ ചെയ്തു. My wife said, എന്റെ ഭാര്യ പറഞ്ഞു, we believe God has healed our son. ഞങ്ങൾ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവത്തിലാണ്, ദൈവം സൗഖ്യമാക്കുന്നവനാണ്. But the doctor said, ഡോക്ടർ പറഞ്ഞു, I am going according to my books. എന്റെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പോകാൻ കഴിയുള്ളൂ. So my wife told him, ഡോക്ടറോട് എന്റെ വൈഫ് പറഞ്ഞു, you go according to your books. നിങ്ങൾ നിങ്ങളുടെ പഠിത്തത്തിനനുസരിച്ച് പോവുക. We will go according to our book. ഞങ്ങൾ ഞങ്ങളുടെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പോകും. By the stripes of Yeshua, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ our son is healed. ഞങ്ങളുടെ മകൻ സൗഖ്യമായി. He is normal. അവൻ പെർഫെക്റ്റ് ആണ്. He is a gift from God. അവൻ ദൈവത്തിന്റെ ദാനമായി ഞങ്ങൾക്ക് ലഭിച്ചവനാണ്. So we did EEG test. ഞങ്ങൾ അവിടെ EEG ടെസ്റ്റ് നടത്തി. We did MRI test. MRI ടെസ്റ്റ് നടത്തി. We did all the tests. നടത്തേണ്ട എല്ലാ ചെക്കപ്പുകളും നടത്തി. He's absolutely normal. ഡോക്ടർമാർ പറഞ്ഞു, വളരെ തികവുള്ള ഒരു പയ്യനാണ്. Doctor said, ഡോക്ടർ പറഞ്ഞു, see, you're taking risk. നിങ്ങൾ അല്പം റിസ്ക് ആണ് എടുക്കുന്നത്. You are a preacher. നിങ്ങളൊരു പ്രസംഗകനാണ്. You go village to village. വില്ലേജുകൾ തോറും നിങ്ങൾ യാത്ര ചെയ്യും. And suddenly your son will get epilepsy. അങ്ങനെ പോകുമ്പോൾ കുട്ടിക്ക് ചന്ദ്രരോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. His brain will be damaged again. അവന്റെ ബുദ്ധി അങ്ങനെ തലച്ചോറ് കലങ്ങുവാൻ സാധ്യതയുണ്ട്. I told the doctor, ഡോക്ടറോട് ഞാൻ പറഞ്ഞു, no problem. ഒരു പ്രശ്നവുമില്ല. We will pray now. ഞങ്ങൾ ഇപ്പോൾ So we പ്രാർത്ഥിക്കും. laid hands in Jesus' name. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കരം വെച്ചു. God, we pray. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. No more epilepsy in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഇനി മേലാൽ ചുഴലി വരരുത്. We cancel it അതിനെ ഞങ്ങൾ ക്യാൻസൽ in ചെയ്യുന്നു. the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Today, ഇന്ന് our son ഞങ്ങളുടെ മകൻ is 19 years old. 19 വയസ്സ് പ്രായമുള്ളവനാണ്. No epilepsy. ഇതുവരെയായിട്ട് ഒരു ചുഴലിയും വന്നിട്ടില്ല. He is one of our worship leaders. അവനാണ് ഞങ്ങളുടെ ആരാധനാ കൂട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട He ആരാധകൻ. learned
learned guitar. അവൻ ഗിറ്റാർ He സ്വന്തമായിട്ട് learned drums. അവൻ ഡ്രംസ് വായിക്കാൻ അറിയാം. Nobody taught him. അവൻ ആരും പഠിപ്പിച്ചതല്ല. He goes on the YouTube. അവൻ യൂട്യൂബിൽ പോകും, He goes on the internet. ഇന്റർനെറ്റിൽ പോകും. And he learned music at home. അവൻ അവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് മ്യൂസിക് 3 പഠിക്കുവാനിടയായി. hours, 4 hours, he worships the Lord. 3-4 മണിക്കൂറുകൾ അവൻ ദൈവത്തെ ആരാധിക്കും. In the 10th standard, 10ാം ക്ലാസ്സിൽ the teacher said, സാറുമാര് പറഞ്ഞു, we have to help your son. ആമേൻ, നിങ്ങൾ നിങ്ങളുടെ മകനെ അല്പം ശ്രദ്ധിക്കണം. He may need real help. അവൻ അല്പം കാര്യമായിട്ട് അവനെ ശ്രദ്ധിച്ചെങ്കിലേ We ഒക്കത്തുള്ളൂ. said, no problem. ആമേൻ, ഞങ്ങൾ പറഞ്ഞു സാരമില്ല. My Bible says, ആമേൻ, എന്റെ വചനം ബൈബിൾ പറയുന്നു, children of the righteous are 10 times more intelligent than the children of the world. ആമേൻ, നീതിമാന്റെ മക്കൾ ദുഷ്ടന്മാരുടെ മക്കളെക്കാൾ 10 മടങ്ങ് ബുദ്ധിയുള്ളവരാണ്. Jesus യേശു is fully natural. പൂർണ്ണമായും മനുഷ്യനായി ജനിച്ചു. Jesus യേശു is fully God. പൂർണ്ണമായും ദൈവവുമായിരുന്നു. Please understand. ശ്രദ്ധിക്കുക, Jesus on earth യേശു ഈ ഭൂമിയിൽ is fully man പൂർണ്ണ മനുഷ്യനായി and fully God. പൂർണ്ണ ദൈവമായി, Both. രണ്ടും. How do you know he is fully man? എങ്ങനെയാ നിങ്ങൾക്കറിയാം ഒരു താൻ പൂർണ്ണ മനുഷ്യനായിരുന്നുവെന്ന്? Because he was hungry. കാരണം തനിക്ക് വിശന്നു. So when he was eating food, ആമേൻ, താൻ ഭക്ഷണം ഭക്ഷിക്കുമ്പോൾ he must have said, Martha, there's no uppu. Give me some uppu into this. മാർത്തയോ ഇതിനകത്ത് ഉപ്പ് കുറവാണെന്ന് പറഞ്ഞു കാണും. Hello? ആമേൻ. Correct? He also like Malayalis, he liked fish. മലയാളികളുടെ കൂട്ടായിരുന്നു താനും. ആമേൻ, മീൻ വളരെ ഇഷ്ടപ്പെട്ടയാളാണ്. Hello? In heaven, we will get Malayalam food. ആമേൻ, സ്വർഗത്തിൽ നമുക്ക് മലയാളികളുടെ ഭക്ഷണം ഉണ്ടാകുമെന്ന് എന്റെ ചിന്ത. You'll get tair there, you'll get meen curry, everything will be there. ആമേൻ, തൈരും മീൻകറി എല്ലാം അവിടെ ഉണ്ടാകുമെന്ന് എന്റെ ചിന്ത. How do I know? എങ്ങനെ അറിയാം? Because Apostle Thomas is there. കാരണം അപ്പോസ്തലൻ തോമസ് അവിടെ ഉണ്ട്. He came to Kerala. ആമേൻ, കേരളത്തിൽ വന്നയാളാണല്ലോ. Praise the Lord. ആമേൻ. Not only stotram will be there, but meen curry will also be there. Hallelujah. സ്വർഗത്തിൽ സ്തോത്രം മാത്രമല്ല മീൻകറിയും ഉണ്ടാകുമെന്ന്. Fully God, പൂർണ്ണ ദൈവം, fully man. പൂർണ്ണ മനുഷ്യൻ. How do I know Jesus is fully God? എങ്ങനെ എനിക്കറിയാം യേശു പൂർണ്ണ How do I ദൈവമായിരുന്നു? know he's fully man? എങ്ങനെ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് എങ്ങനെ അറിയാം? I know he's fully man അവൻ താൻ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നറിയാം. കാരണം because Jesus also slept. യേശു ഉറങ്ങുവാൻ ഇടയായി. He was tired. ക്ഷീണിച്ചിരുന്നത് കൊണ്ടാണ്. In the boat, പടകിൽ he said to them, let's go on the other side. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരെ പോകാം. And all the disciples got in the boat. എല്ലാ ശിഷ്യന്മാരും ചാടിക്കയറി. So he went to sleep അവൻ പക്ഷെ യേശു ആകട്ടെ പടകിൽ ഉറങ്ങിപ്പോയി. because he was tired. കാരണം താൻ അല്പം ക്ഷീണിച്ചവനായിരുന്നു. So he ate food, താൻ ഭക്ഷണം കഴിച്ചു, he slept, ഉറങ്ങി. he even got angry. അവൻ തനിക്ക് ദേഷ്യവും വന്നിട്ടുണ്ട്. Hello. Look at me. Don't look here and there. People come and people go. Listen to me. ആമേൻ, അവിടെ ഇവിടെ നോക്കാതെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, എന്നെ നോക്കുക. Jesus is not there. Jesus is here. Holy Spirit is not there. Holy Spirit is here. ആമേൻ. So Praise only the Lord. look here. ആമേൻ. പരിശുദ്ധാത്മാവ് അവിടെയും അല്ല, യേശു അവിടെയല്ല, യേശു ഇവിടെയാണ്. Because if you miss one point, you miss the whole thing. ആമേൻ. ഇവിടുത്തെ ഒരു കാര്യം നിങ്ങൾ നഷ്ടപ്പെട്ടാൽ എല്ലാം നിങ്ങൾ നഷ്ടപ്പെടും. So my name is Shekhar. എന്റെ പേര് ശേഖർ എന്നാണല്ലോ. In our church, ഞങ്ങളുടെ സഭയിൽ nobody sleeps. ആരും ഉറങ്ങത്തില്ല. And if somebody dies, ആമേൻ, ആരെങ്കിലും മരിച്ചാൽ we'll raise them up. ആമേൻ, ഞങ്ങൾ അവരെ എഴുന്നേൽപ്പിക്കും. They'll hear my message. ആമേൻ, അവർ എന്റെ Then he will die again. Then we'll go and bury him. എന്റെ പ്രസംഗം കേട്ടിട്ട് പിന്നെയും മരിച്ചാൽ അവരെ ഞങ്ങൾ നേരിട്ട് അടക്കാനേ കൊണ്ടുപോകത്തുള്ളൂ. So I want to make sure you hear the message. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്റെ പ്രസംഗം കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. You remember Apostle Paul? അപ്പോസ്തലനായ പൗലോസിനെ He അറിയാമല്ലോ. was preaching ആമേൻ. പൗലോസ് പ്രസംഗിച്ചു. late night. ആമേൻ. പാതിരാവിലെ One boy പ്രസംഗം fell കേട്ടു. down. ഒരു ചെറുപ്പക്കാരൻ താഴെ വീണു. He said, let me come back. ആമേൻ. പൗലോസ് പറഞ്ഞു, ഞാൻ He വരാം. went down, ആമേൻ. താഴെ ചെന്നു, raised the boy from the dead, അവനെ എഴുന്നേൽപ്പിച്ചു, brought him up അവനെ മുകളിൽ കൊണ്ടുപോയി, and made him sit. ആമേൻ അവിടെ ഇരുത്തി. And again Paul preached. ആമേൻ. പിന്നെയും പൗലോസ് പ്രസംഗിച്ചു.
So when presence of Jesus, യേശുവിന്റെ സാന്നിധ്യത്തിൽ nobody will sleep. ആരും ഉറങ്ങുകയില്ല, Nobody will die. ആരും മരിക്കുകയില്ല. They will listen to the word of God. അവർ ദൈവവചനം കേൾക്കും. So don't look here and there, look at me. ആമേൻ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ എന്നെ നോക്കുക. Because if you look that side, I am distracted. ആമേൻ. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് Let അങ്ങോട്ട് people നോക്കും. come, people go, but you listen to the word of God. ആമേൻ. ജനം വരട്ടെ പോകട്ടെ, നിങ്ങൾ എന്നെ നോക്കുക. So Jesus, യേശു fully man. പൂർണ്ണ ദൈവം, How do you know? പൂർണ്ണ മനുഷ്യൻ. He സോറി. ate food. അവൻ ഭക്ഷണം കഴിച്ചു. How do you know? എങ്ങനെ? He slept. അവൻ ഉറങ്ങി. That tells me അത് പറയുന്നത് he was in the flesh. അവൻ ജഡത്തിലായിരുന്നത് കൊണ്ടാണ്. He got angry. അവൻ തനിക്ക് ദേഷ്യം വന്നു. When people were doing business in the church, അവൻ ദേവാലയത്തിൽ ആളുകൾ ബിസിനസ് ചെയ്തപ്പോൾ he got upset. അവന് ദേഷ്യം He വന്നു. said, my house is a house of prayer. എന്റെ ആലയം പ്രാർത്ഥനാലയം. So fully man. പൂർണ്ണ മനുഷ്യൻ. He's also fully God. അവൻ പൂർണ്ണ ദൈവവുമായിരുന്നു. How do you know he's fully God? എങ്ങനെ അറിയാം പൂർണ്ണ ദൈവമായിരുന്നുവെന്ന്? When the little boy, small boy gave 5 loaves, 2 fishes, 5 അപ്പവും 2 മീനുമായ ഒരു ബാലകൻ വന്നപ്പോൾ 5,000 people. 5000-ലധികം ആളുകൾ. Everybody loved fish. എല്ലാവർക്കും മീൻ ഇഷ്ടമാണ്. Everybody was hungry. എല്ലാവരും വിശന്നവരുമാണ്. What did Jesus do? യേശു എന്ത് ചെയ്തു? He picked up 5 loaves, 2 fishes യേശു ഈ 5 അപ്പം എടുത്തു, and gave thanks to the Father. പിതാവായ ദൈവത്തെ വാഴ്ത്തി. And God multiplied it. ദൈവം അതിനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു. When tax had to be paid, അവൻ ടാക്സ് കൊടുക്കേണ്ടി വന്നപ്പോൾ, കരം കൊടുക്കേണ്ടി വന്നപ്പോൾ Judas must have said, യൂദാസ്കരിയോത്ത് പറഞ്ഞു കാണും, we forgot to take offering yesterday. ആമേൻ, ഇന്നലെ നമുക്ക് സ്തോത്രകാഴ്ച എടുക്കാൻ മറന്നുപോയതുകൊണ്ടാണ്. There's no money. അതുകൊണ്ട് ഇപ്പൊ പണമില്ല. The bank is closed. ആമേൻ. ബാങ്ക് അടയ്ക്കുകയും കഴിഞ്ഞു. Jesus, we have to pay the tax. യേശുവേ, നമുക്കിപ്പോ ടാക്സ് കൊടുക്കണം. He said, come here, come here, come here. ആമേൻ. യേശു പറഞ്ഞു, വരിക. Go there, അവിടെ ചെല്ലുക, pick up a fish. ആമേൻ, മീനെ പിടിക്കുക. There is a gold coin. ആമേൻ. അതിന്റെ അകത്ത് സ്വർണ്ണ പണമുണ്ട്. How do you know he's fully God? എങ്ങനെ അറിയാം താൻ പൂർണ്ണ ദൈവമായിരുന്നുവെന്ന്? His life manifested the glory of God. തന്റെ ജീവിതം ദൈവ മഹത്വത്തെ വെളിപ്പെടുത്തി. Because Acts chapter 10 verse 38 says, അപ്പോസ്തല പ്രവൃത്തി 10:38 വായിക്കുന്നു, he healed all the sick. അവൻ സകല രോഗികൾക്ക് He സൗഖ്യം healed all വരുത്തി. the diseases. അവൻ സകല വ്യാധികളെ സൗഖ്യം Demons വരുത്തി. came out ഭൂതങ്ങൾ പുറത്തു വന്നു. because God was with him. കാരണം ദൈവം അവനോട് കൂടെ ഇരുന്നു. When the Holy Spirit is inside of us, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ God is with us. ദൈവം നമ്മോട് കൂടെയുണ്ട്. So when God is with us, ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ everything is a miracle. നാം തൊടുന്നതെല്ലാം പിന്നെ അത്ഭുതമാവും. Everything is supernatural. ആമേൻ. എല്ലാം അസാധാരണ വസ്തുതകളാകും. There's one girl, ഒരു ചെറിയ പെൺകുട്ടി. the Lord reminded me to tell you this testimony. ആമേൻ. ഈ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആത്മാവിനെ നിർബന്ധിക്കുന്നു. One girl in Mumbai, ഒരു മുംബൈയിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി she fell down from the first floor ഒരു 1-ാം നിലയിൽ നിന്ന് താഴെ വീണു. on the head. ആമേൻ. തല കുത്തിയാ വീണത്. 5-year-old girl. 5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി. Her bone broke. ആമേൻ. ഇവിടെയുള്ള അസ്ഥി ഒടിഞ്ഞുപോയി. The doctor said you have to do operation. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. Parents were disturbed. ആമേൻ. വേദന അതികഠിനം. If you do operation, ഓപ്പറേഷൻ കഴിഞ്ഞു. a girl child, ഒരു ചെറിയ പെൺകുട്ടി. all the marks will come. ആമേൻ. നമുക്കറിയാമല്ലോ ഓപ്പറേഷന്റെ We don't know അടയാളമെല്ലാം whether the operation will be successful. ഓപ്പറേഷൻ വളരെ വിജയമായിരുന്നു. The neck was almost broken. ആമേൻ. ഏതാണ്ട് പെടലി മുഴുവൻ ഒടിഞ്ഞതാണ്. So we came to know ആമേൻ. ഞങ്ങൾ ആ വസ്തുത കേട്ടു. that she's sick. ആമേൻ. അവൾ Her രോഗിയാണ്. neck thing is broken. അവളുടെ അസ്ഥി ഒടിഞ്ഞുപോയി. So we went to the hospital. ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്നു. I went to the hospital to pray. ആമേൻ. ഹോസ്പിറ്റലിൽ ഞാൻ പ്രാർത്ഥിക്കുവാനാ In ചെന്നത്. Mumbai Hinduja Hospital. ബോംബെയിലെ ഹിന്ദുജ ഹോസ്പിറ്റൽ. The mother's name is Reena. അവളുടെ മാതാവിന്റെ പേര് റീന എന്നാണ്. And the father, he's a Parsi. ആമേൻ. ഫാദർ ഒരു പാർസി വംശജനാണ്. Mr. Engineer. എഞ്ചിനീയറുമാണ്. Both of them, അവർ രണ്ടുപേരും it was afternoon 3 o'clock. 3 മണി കഴിഞ്ഞ സമയം ഉച്ച കഴിഞ്ഞ് They were sleeping on the bed. അവർ രണ്ടുപേരും 3 മണി കഴിഞ്ഞപ്പോൾ ഉറങ്ങുകയാണ്. And the child was also sleeping. അവൻ കുട്ടിയും അവിടെ ഉറങ്ങുകയാണ്. It's a children's ward. അതൊരു ചിൽഡ്രൻസ് വാർഡാണ്. So I didn't want to disturb them. എനിക്ക് അവരെ ആരെയും ശല്യപ്പെടുത്തുവാൻ താല്പര്യമുണ്ടായില്ല. So I came outside. ഞാൻ പുറത്തു നിന്ന് I put the hand on the door. ആമേൻ. ആ വാതിൽക്കൽ കരം വെച്ചു. I said, Father, പിതാവേ, in Jesus' name, യേശുവിൻ I നാമത്തിൽ pray for this child. ഞാൻ അകത്തുള്ള പൈതലിന് വേണ്ടി I പ്രാർത്ഥിക്കുന്നു. pray ഞാൻ പ്രാർത്ഥിച്ചു. this neck will become straight. ആമേൻ. പെടലി നേരെയാകണം. Tomorrow,
നാളെ no operation. ഓപ്പറേഷൻ പാടില്ല. Next morning, പിറ്റേ ദിവസം രാവിലെ they take the child അവർ കുട്ടിയെ എടുത്തു, for the operation. ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയി. They do X-ray again. എക്സ്റേ ഒന്നുകൂടെ എടുത്തു. So when they do X-ray again, അവൻ എക്സ്റേ രണ്ടാമത് നോക്കിയപ്പോൾ this broken bone has become straight and linked again. അവൻ ഈ ഒടിഞ്ഞ അസ്ഥി നേരെയായി യോജിച്ചിരിക്കുന്നു. The child is gone home. കുട്ടിയെ വീട്ടിൽ വിട്ടു. Now that bed ആ ബെഡ് was empty. അവന് ഒഴിഞ്ഞു. All the children's parents heard the testimony of this child. ഈ കുട്ടിയുടെ സാക്ഷ്യം കേട്ട മാതാപിതാക്കൾ എല്ലാവരും So what these deep people did? എന്താ ചെയ്തെന്നറിയാമോ? Took their children, അവരുടെ കുട്ടികളെ put on കൊണ്ടുവന്ന് this bed, ഈ ബെഡിൽ കിടത്തി. and all of them, the children were getting healed. അവൻ ആ ബെഡിൽ കിടത്തിയ കുട്ടികൾ എല്ലാവരും പിന്നീട് സൗഖ്യമായി. When the Holy Spirit came upon Jesus, പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നപ്പോൾ Almighty God was with him. സർവശക്തനായ ദൈവം തന്നോട് കൂടെ. Even the hem of his garment, തന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ പോലും, not garment, വസ്ത്രമല്ല, the hem of his garment, അതിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ പോലും, the little hem, ആമൻ ആ വസ്ത്രത്തിന്റെ അഗ്രഭാഗം, it came out. ആമൻ ആ അഗ്രഭാഗം. This woman touched the hem of his garment. ഒരു സ്ത്രീ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. That hem had the anointing and the life of God. ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ പോലും ദൈവത്തിന്റെ അഭിഷേകവും ജീവനും ഉണ്ടായിരുന്നു. So when the Holy Spirit comes upon us, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ we have the presence of God in us. ദൈവ സാന്നിധ്യം നമ്മിൽ ഉണ്ടാവുന്നു. We see the glory of God in us. ദൈവ മഹത്വം നമ്മിൽ നാം ദർശിക്കുന്നു. So Jesus, fully man, പൂർണ്ണ മനുഷ്യൻ, fully God. പൂർണ്ണ ദൈവം. Now Jesus went to യേശു heaven. He went to be with heaven. അവൻ സ്വർഗ്ഗത്തിലേക്ക് പോയിരിക്കുന്നു. He's ascended to heaven. അവൻ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. He said to his disciples, തന്റെ ശിഷ്യന്മാരോട് അവൻ മുമ്പ് പറഞ്ഞു, you will receive the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. and you will walk like the way I walked. ഞാൻ യാത്ര ചെയ്തതുപോലെ നിങ്ങൾ യാത്ര ചെയ്യും. In book of John he said, യോഹന്നാന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, you shall do greater works. അവൻ വലിയ പ്രവർത്തികൾ ചെയ്യും. Jesus said to the church. യേശു സഭയോട് പറയുകയാണ്. He didn't say only to pastors. പാസ്റ്റേഴ്സിനോട് മാത്രം പറഞ്ഞ കാര്യമല്ല. He didn't say only to Benihin and Reinhard Bonke and Joyce Meyer. ആമേൻ. ബെനിഹിനോടോ റെയ്നാർഡ് ബോങ്കയോടോ ജോയ്സ് മേയറോടോ മാത്രം He didn't say only to Shekhar Kalyanpur. ശേഖർ കല്യാൺപൂരിനോട് മാത്രമല്ല. He didn't say only to Rambabu. അവൻ രാംബാബുവിനോട് മാത്രമല്ല. He didn't say to few people. അവൻ ചിലരോട് മാത്രമല്ല പറഞ്ഞത്. He said to everyone who believes in Yeshua Messiah. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ വചനമാണത്. You will walk in a greater glory. ആമേൻ. നിങ്ങൾ അതിമഹത്വത്തോടുകൂടെ നടകൊള്ളപ്പെടും. Every one of you. നിങ്ങൾ എല്ലാവരും. We are called to walk in greater glory. ആമേൻ. അധിക മഹത്വത്തോടെ നിങ്ങൾ എല്ലാവരും നയിക്കപ്പെടും. I am not saying it. ഞാൻ പറഞ്ഞ വചനമല്ല ഇത്. So pastor is saying it. അവൻ ഏതെങ്കിലും ഒരു പാസ്റ്റർ പറഞ്ഞതല്ല. It is not Pentecostal denominational saying it. ഏതെങ്കിലും പെന്തക്കോസ്ത് സംഘടനയുടെ ഉപദേശവുമല്ല. It is the truth of God's word telling us. അവൻ ദൈവ വചനത്തിന്റെ സത്യത്തിന്റെ പ്രഖ്യാപനമാണ്. You are born natural. നിങ്ങൾ പ്രകൃതിപരമായി ജനിച്ചവർ. In Jesus you become spiritual. യേശുവിൽ നിങ്ങൾ ആത്മീയരായി. In the fellowship of the Holy Spirit പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയിൽ you walk supernatural. നിങ്ങൾ പ്രകൃതിയാതീത അനുഭവമുള്ളവരാകുന്നു. You see signs, wonders, miracles. അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെയാണ് നടക്കുന്നത്. There is a pastor in our Mumbai, മുംബൈയിലുള്ള ഞങ്ങളുടെ ഒരു പാസ്റ്റർ Tony Mankodi. ടോണി മങ്കോട്ടി. After the church service, ആമേ സഭാ ശുശ്രൂഷയ്ക്ക് ശേഷം, ആരാധനയ്ക്ക് ശേഷം we went to eat choru ചോറുണ്ണാൻ വേണ്ടി ഞങ്ങൾ പോയി. in their home. ആമേ ഞങ്ങളുടെ അവരുടെ ഭവനത്തിൽ Boiled rice. ആമേ വളരെ നന്നായി റൈസ്, ആമേ ചുവന്ന റൈസ്. We were eating food. ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. Suddenly I saw husband and wife fighting. ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തൊരു ബഹളം കേട്ടു. ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയാണ്.
In Mumbai, houses are so close by. ആമേൻ. വീടുകൾ അടുത്തടുത്താണല്ലോ മുംബൈയിലുള്ളത്. They are not like Kerala. ആമേൻ. കേരളത്തിലേതുപോലെ അകന്ന വീടുകളല്ല. About husband and wife talk, the neighbor can hear. ആമേൻ. അടുത്ത ഭവനത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചാൽ പോലും അടുത്തുള്ള അയൽവാസികൾ കേൾക്കാം. But these were fighting. ആമേൻ. ഇത് സംസാരമല്ല, യുദ്ധമാണ്. It is like WWF. Fighting. ഫൈറ്റിംഗ് ആണ്, ഭയങ്കര യുദ്ധമാണ്. So I asked the pastor, ആമേൻ. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, what is this? അതെന്താ പാസ്റ്ററെ? He said, every day free entertainment. ആമേൻ. അവിടെ ഫ്രീ എന്റർടൈൻമെന്റ് ആയിട്ട് നടത്തുന്ന പരിപാടിയായത്. I said, ഞാൻ ചോദിച്ചു, how can you tolerate this? ഇതെങ്ങനെയാ സഹിച്ചുകൊണ്ട് ഈ കാലങ്ങളിൽ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത്? You need peace of mind. മനസ്സിന് സ്വസ്ഥത വേണ്ടേ? You don't want to hear the problems of husband and wife into your life. ആമേൻ. അയലോക്കത്തെ ഭാര്യയുടെ ഭർത്താവിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ എങ്ങനെ കേൾക്കും ജീവിക്കും? Let us do something. എന്തെങ്കിലും നമുക്കൊന്ന് ചെയ്യണം. We are peacemakers. നാം സമാധാനം ഉണ്ടാക്കുന്നവരല്ലേ? We are the people of God. നാം ദൈവത്തിന്റെ മക്കളല്ലേ? We should not tolerate the problems around us. ആമേൻ. അയലോക്കത്തെ പ്രശ്നങ്ങളെ കേട്ട് മിണ്ടാതിരിക്കാൻ കഴിയില്ല. We are the solution to the problem. നാം ആ പ്രശ്നത്തിന്റെ പരിഹാരകരാണ്. ആമേൻ. So I told the pastor, ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, come with me. എന്നോട് കൂടെ വരിക. We went to the window ആമേൻ. ഞങ്ങൾ ആ വാതിൽക്കൽ and we ചെന്നു. are watching ആമേൻ. ഞാൻ അവരിങ്ങനെ ശ്രദ്ധിച്ചു. Doordarshan. ദൂരദർശൻ പോലെ ഇങ്ങനെ ശ്രദ്ധിച്ചു. Dur means far. Darshan. Husband and wife fighting. ഞങ്ങൾ ഇങ്ങനെ ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ അടിയുണ്ടാക്കുന്നത് രംഗമാണ് I told the കാണുന്നത്. pastor, ആമേൻ. ഞാൻ പാസ്റ്ററോട് hold പറഞ്ഞു, my hand. എന്നെ കരം പിടിക്കുക. Father, പിതാവേ, in Yeshua's name, യേശുവിന്റെ we നാമത്തിൽ plead the blood of Jesus യേശുവിന്റെ രക്തം ഞങ്ങൾ തളിക്കുന്നു upon this marriage. ആ കുടുംബത്തിന്റെ മേൽ. Holy Spirit, പരിശുദ്ധാത്മാവേ, let your love flow. ആമേൻ. In ദൈവസ്നേഹം Jesus' വെളിപ്പെടുത്തട്ടെ. name, യേശുവിന്റെ we നാമത്തിൽ bind the demons. പിശാചിനെ We ഞങ്ങൾ speak ബന്ധിക്കുന്നു. blessing upon this house. അനുഗ്രഹം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. Less than 30 seconds. 30 സെക്കൻഡിനുള്ളിൽ Husband went this way, wife went this way. അവൻ ഭാര്യ അങ്ങോട്ടും പോയി, ഭർത്താവ് ഇങ്ങോട്ടും പോയി. We came into the room അവൻ ഞങ്ങൾ റൂമിലേക്ക് വന്നു. and ate our choru Amen. peacefully, ഞങ്ങളുടെ ചോറ് സന്തോഷത്തോടെ ഞങ്ങൾ കഴിച്ചു. without any entertainment. അവിടെ യാതൊരു കലഹവും ഇല്ലാതെ. Hallelujah. ആമേൻ. After 4 years, 4 വർഷം കഴിഞ്ഞപ്പോൾ we went again to that house. ആ ഭവനത്തിൽ ഞങ്ങൾ പിന്നെയും പോയി. I completely forgot. ഞാൻ ഈ കാര്യങ്ങളെല്ലാം മറന്നുപോയി. Again eating food. ആമൻ. ഇങ്ങനെ ചാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. Suddenly I remembered. ആമൻ. ഞാൻ പെട്ടെന്ന് ഓർത്തു. I said, today ആമൻ, ഇന്ന് the Doordarshan is not there. അവിടെ കലാകായിക മേളയൊന്നും ഇല്ലല്ലോ. He said, Pastor, പാസ്റ്റർ പറഞ്ഞു, from that day ആമൻ, അന്നു മുതൽ till today, ഇന്നു വരെ the husband and wife are not fighting. ആമൻ, അവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. Praise the Lord. This is supernatural. അത് അസാധാരണമായ കാര്യമല്ലേ? ആമേൻ. So you can live a supernatural life. ആമൻ. നിങ്ങൾക്ക് അത്ഭുതങ്ങളിലൂടെ ജീവിക്കുവാൻ കഴിയും. You have to allow the river of God to flow through you. ആമൻ. ജീവനുടെ നദിയുടെ പ്രവാഹം നിങ്ങളിലൂടെ പുറത്തു വരുവാൻ നിങ്ങൾ അനുവദിക്കുക. Let's go step by step. ഘട്ടം ഘട്ടമായി. You are born natural. സ്വാഭാവിക ജനനം. We become spiritual ആത്മീയമായി തീരുന്നു when we give our life to Jesus. യേശുവിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ. Scripture, തിരുവെഴുത്തിൽ John 1:12. യോഹന്നാൻ 1:12. As many as believed in Jesus, അവനെ കൈക്കൊണ്ടെന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ വിശ്വസിച്ച്, യേശുവിനെ വിശ്വസിക്കുന്ന അത്രയും പേർ. John 1:12. യോഹന്നാൻ 1:12. As many as received him, അവൻ യേശുവിനെ കൈക്കൊള്ളുന്ന, സ്വീകരിക്കുന്ന, to them he gave the power അവൻ അവർക്ക് താൻ ശക്തി കൊടുത്തു to become the children of God. തന്റെ മക്കളാകുവാൻ. അവനെ, I am a God's child. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. When I believe in Yeshua ഞാൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, as my Lord and my God, എന്റെ ദൈവമായും എന്റെ കർത്താവായും വിശ്വസിക്കുമ്പോൾ, I live a godly life. ഞാനൊരു ദൈവ ജീവിതം, ഭക്തിയുടെ ജീവിതം നയിക്കുകയാണ്. So I become a child of God. ഞാൻ അവിടെ ഒരു ദൈവ മകനായി തീരുന്നു. Further it says, അവൻ തുടർന്ന് വായിക്കുന്നു, not born of the flesh, ജഡത്താൽ ജനിച്ചതല്ല, not born in the will of man, അവൻ പുരുഷന്റെ ഇഷ്ടത്താൽ ജനിച്ചതല്ല, but we become children born from above. ഞാനും നിങ്ങളും ദൈവമക്കളായി തീർന്നത് ഉയരത്തിലെ ജനനത്താലാണ്. So now let us understand this. ഇപ്പോൾ അത് ശ്രദ്ധിക്കുക. Please understand this. ഇത് മനസ്സിലാക്കുക. When I as a sinner, ഞാൻ ഒരു പാപിയായിരുന്നപ്പോൾ, when I believe in Jesus, യേശുവിൽ വിശ്വസിച്ചു, I become a child of ഞാൻ God. ദൈവത്തിന്റെ പൈതലായി. So when I become a child of God, ദൈവത്തിന്റെ പൈതലായപ്പോൾ, though I'm born naturally Shekhar Kalyanpur, ആ ശേഖർ കല്യാൺപൂർ എന്ന ആ ഒരു സ്വാഭാവിക ജനനം എനിക്കുണ്ടെങ്കിലും, but I get the spiritual
DNA of the Heavenly Father. ആമേൻ. വീണ്ടും ജനനത്തിൽ എനിക്ക് സ്വർഗീയ പിതാവിൽ നിന്നും ഒരു ആത്മീക DNA ലഭിക്കുന്നു. Let me explain to you. ഞാനത് ഒന്നുകൂടെ വിശദമാക്കാം. This is little deep. അല്പം ആത്മീയ ആഴമുള്ള You don't വസ്തുതയാണ്. understand this. ആമേൻ. ശ്രദ്ധിക്കണം. Don't look at your phone. Don't SMS anybody. Don't talk to anybody. ആമേൻ. Listen. അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാതെ SMS മൊബൈലിൽ ശ്രദ്ധിക്കാതെ Let anybody come and go. ആരും വരികയോ പോവുകയോ ചെയ്യട്ടെ. When I'm born natural, ആമേൻ. ഞാൻ സ്വാഭാവികമായി ജനിച്ചപ്പോൾ because of my husband and wife, father and mother, I am born. പിതാവിന്റെയും മാതാവിന്റെയും ഇഷ്ടപ്രകാരമാണ് ഞാൻ ജനിച്ചത്. So when I was baby, ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ they said, അവർ പറഞ്ഞു, oh, his nose is like the father. ആമേൻ. കുട്ടിയുടെ മൂക്ക് അപ്പന്റെ His കൂട്ടുണ്ട്. hair is like the grandfather. ആ കുട്ടിയുടെ തലമുടി വല്യപ്പന്റെ കൂട്ടുണ്ട്. His leg is like the mother. അവന്റെ കാല് അമ്മയുടെ കൂട്ടുണ്ട്. His stomach is like his uncle. ആമേൻ. അവന്റെ വയറ് അങ്കിളിന്റെ So കൂട്ടുണ്ട്. people അവന് പറയുവാൻ തുടങ്ങി ഇതോരോന്നും. Because we have my natural father's DNA. കാരണം എന്തെന്ന് ചോദിച്ചാൽ എന്റെ ജഡപ്രകാരമുള്ള പിതാവിൽ നിന്നുള്ള ഒരു DNA ആണ് എനിക്ക് ലഭിച്ചത്. The father's blood flows in the baby. ആമേൻ. അപ്പന്റെ രക്തം കുട്ടിയിൽ കൂടെ ഒഴുകുന്നു. Not mother's blood. അമ്മയുടെ രക്തമല്ല. Hello. Please understand. ശ്രദ്ധിക്കുക. Mother is only the vehicle. ആമേൻ. അമ്മ ഒരു ആമേൻ വാഹനം മാത്രമാണ്. The natural father's DNA and father's blood flows. ആമേൻ. പിതാവിന്റെ രക്തമാണ് ആ കുട്ടിയിലൂടെ പ്രവഹിക്കുന്നത്. Hello. That is natural. അത് സ്വാഭാവികമാണ്. Now, when I repent of my sins ആമേൻ. പാപത്തിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ and I give my life to Jesus, ആ പാപത്തിൽ നിന്ന് ഞാൻ യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ the father's DNA flows in me. ആമേൻ. സ്വർഗീയ പിതാവിന്റെ DNA എന്നിലൂടെ വ്യാപരിക്കുവാൻ The തുടങ്ങും. father's DNA is the Holy Spirit. പരിശുദ്ധാത്മാവ് എന്നതാണ് ആ ആത്മാവിന്റെ DNA. So when the father's DNA comes in, സ്വർഗീയ പിതാവിന്റെ DNA എന്നിൽ വരുമ്പോൾ I have the character of God. എനിക്ക് ദൈവ പിതാവിന്റെ സ്വഭാവം ഉണ്ടാകും. I can love like Jesus loved. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ കഴിയും. I can forgive like Jesus forgave. യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിപ്പാൻ കഴിയും. I can do miracles like Jesus did miracles. യേശു ചെയ്തതുപോലെ അത്ഭുതം ചെയ്യുവാൻ I കഴിയും. can walk like Jesus walked. യേശു നടന്നതുപോലെ നടക്കുവാൻ I കഴിയും. can walk a greater walk than Jesus. യേശു ചെയ്തതിനേക്കാൾ വലിയവ ചെയ്യുവാൻ കഴിയും. Jesus only preached in Jerusalem. യേശു യെരുശലേമിൽ മാത്രം പ്രസംഗിച്ചു. Jesus only preached in Israel. യേശു ഇസ്രായേലിൽ മാത്രം പ്രസംഗിച്ചു. But you will do greater works. ആമേൻ. പക്ഷേ നിങ്ങൾ അതിൽ കൂടുതൽ ചെയ്യും. Jesus never preached in Kerala. യേശു കേരളത്തിൽ വന്നിട്ടേ ഇല്ല. Jesus never preached in Mumbai. മുംബൈയിൽ പ്രസംഗിച്ചിട്ടില്ല. Jesus never preached in Nepal. നേപ്പാളിൽ Jesus പ്രസംഗിച്ചിട്ടില്ല. never preached in Gangtok. ആമേൻ. ഗാങ്ടോക്കിൽ Jesus പ്രസംഗിച്ചിട്ടില്ല. never preached in America. അമേരിക്കയിൽ പ്രസംഗിച്ചിട്ടില്ല. Jesus never preached in Australia. ഓസ്ട്രേലിയയിലുമില്ല. But all these nations, ഈ രാജ്യങ്ങളിലെല്ലാം Shaker has preached. ശേഖർ പ്രസംഗിച്ചിട്ടുണ്ട്. What does it mean? എന്താണ് അതിന്റെ അർത്ഥം? God has called me to do greater works ദൈവം എന്നെ വലിയവ ചെയ്യുവാൻ because of വിളിച്ചിരിക്കുന്നു. the Holy Spirit. ദൈവമഹത്വത്തിന് വേണ്ടി. Jesus never did miracles in Mumbai. യേശു മുംബൈയിൽ അത്ഭുതം Jesus ചെയ്തിട്ടില്ല. never did miracles in Kerala. കേരളത്തിൽ അത്ഭുതം ചെയ്തിട്ടില്ല. Jesus never did miracles in Canada. കാനഡയിൽ അത്ഭുതം ചെയ്തിട്ടില്ല. But God is using Shaker in miracles in all these countries. ഓ പക്ഷേ ശേഖരനെ ദൈവം ഈ രാജ്യങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നു. That's what Jesus is doing. എന്താണ് യേശു ചെയ്യുന്നത്? You will do greater works than Jesus. യേശു പറഞ്ഞു ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. ആമേൻ. For the glory of my Father in heaven. സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ മഹത്വത്തിനായി. So when we are born natural, നാം സ്വാഭാവിക ജന്മമുള്ളവരാകുമ്പോൾ we have the natural DNA of the Father. ഭൗതിക പിതാവിന്റെ DNA നമുക്കുണ്ടാവുന്നു. Look like Father. പിതാവിനെ പോലെ ഇരിക്കുന്നു. Talk like Father. പിതാവിനെ പോലെ സംസാരിക്കുന്നു. You understand this? നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. Hello? ആമേൻ. So when you give a life to Jesus, പക്ഷേ യേശുവിങ്കിൽ ജീവിതം കൊടുക്കുമ്പോൾ we have DNA of the Heavenly Father. സ്വർഗീയ പിതാവിന്റെ DNA നമുക്ക് ലഭിക്കുന്നു. John says, യോഹന്നാൻ പറയുന്നത് when you believe in Jesus, യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ you become a child of God. നിങ്ങൾ ദൈവത്തിന്റെ പൈതലായി തീരുന്നു. Not born of the natural descent. ആമേൻ. ജഡത്താൽ ജനിച്ച ജന്മമല്ല. Not born by the will of man. പുരുഷന്റെ ഇഷ്ടത്താലുള്ള ജന്മമല്ല. But you have the DNA
DNA of the Father. സ്വർഗീയ പിതാവിന്റെ ഈ DNA ഉള്ളവരാകുന്നു. So I am born natural. ഞാൻ സ്വാഭാവിക ജനമുള്ളവനാണ്. You may be Christian. ക്രിസ്ത്യാനിയാവാം. You may be Catholic. കാതലിക് You may be ആവാം. Marthomite. മാർത്തമയാകാം. You may be CSI. CSI ആകാം. You may be Muslim. മുസ്ലിം ആവാം. You may be anybody. ആരുമാകട്ടെ. When you and I give our life to Jesus, പക്ഷേ നാം യേശുവിൽ ജീവിതം കൊടുക്കുമ്പോൾ Jew or Greek, അവൻ യഹൂദനോ യവനനോ in ആകട്ടെ, Christ Jesus, ക്രിസ്തുവിൽ there is no Jew, no Greek. യഹൂദനുമില്ല There is യവനനുമില്ല. no Brahman, no Shudra. അവൻ There ബ്രാഹ്മണനും is no rich ശൂദ്രനുമില്ല. or poor. അവൻ There ധനവാനും is no ദരിദ്രനുമില്ല. literate, illiterate. അവൻ വിദ്യാഭ്യാസമുള്ളവനും There's no black and white. കറുമ്പനും വെളുമ്പനുമില്ല. Everyone can become a child of എല്ലാവരും God. ക്രിസ്തുവിൽ ദൈവമക്കൾ. And we receive the Holy Spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ, So when Holy Spirit comes, പരിശുദ്ധാത്മാവ് വരുമ്പോൾ we can walk supernaturally. പ്രകൃതിയാതീതമായ അനുഭവങ്ങളോടുകൂടെ നടകൊള്ളപ്പെടുന്നു. Every one of us can walk supernaturally. നമുക്കെല്ലാവർക്കും അങ്ങനെ അനുഭവമായി തീരുവാൻ കഴിയും. You can see the miracle of God. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. I was in Dallas, Texas, ഡാലസ് ടെക്സസിൽ ഞാൻ കഴിഞ്ഞ നാളിലായിരുന്നു. for a global pastors conference അവൻ ഗ്ലോബൽ പാസ്റ്റേഴ്സ് കോൺഫറൻസിന് വേണ്ടി പോയതാണ്. with Dr. John Maxwell and Chuck Norris and myself. We were speaking in one meeting. ജോൺ മാക്സ്വെല്ലുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു മീറ്റിംഗിലാണ് എനിക്ക് ശുശ്രൂഷിപ്പാൻ അവസരം ലഭിച്ചത്. Chuck Norris. ചെക്ക് നോയ്സ്. You know Chuck Norris is a very famous actor in Hollywood. So we were two talking on the stage. ആ സ്റ്റേജിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പ്രസംഗിച്ചു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ In the afternoon, ആ ഉച്ച കഴിഞ്ഞ സമയം everybody was running home. എല്ലാവരും ഭവനത്തിലേക്ക് പോകുന്ന തിരക്കിലാണ്. I said, what happened? അവർ ചോദിച്ചു, എന്താ പറ്റി? They says Rita is coming. Rita. റീത്ത നമ്മുടെ ചുഴലിക്കാറ്റ് വരുന്നു. No, just say what I said. റീത്ത വരുന്നുവെന്നാണ് അദ്ദേഹം അവരോട് You said പറഞ്ഞത്. extra. Yeah, I Don't did. say extra. I said Only say it. what I said. I don't understand Malayalam. I don't understand Malayalam. Tell him. മലയാളം എനിക്ക് മനസ്സിലാകത്തില്ല. But when somebody says more than what I said, Holy Spirit tells me. അവൻ അധികം പറഞ്ഞാൽ എനിക്ക് ഗ്രഹിപ്പാൻ കഴിയും. പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരും. Correct? But this pastor is doing a great job. Put your hands together. Appreciate him. Amen. Now listen carefully. ശ്രദ്ധിക്കുക. So I didn't know who Rita was. റീത്ത എന്ന് പറഞ്ഞ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. I said everybody is running because Rita is coming. റീത്ത വരുന്നത് കൊണ്ട് എല്ലാവരും ഓടുന്നത്. I said which Rita from India is coming? ഞാൻ വിചാരിച്ചു ഇന്ത്യയിൽ നിന്ന് ഏത് റീത്ത ഇപ്പം ഇങ്ങോട്ട് വരുന്നത്? Because Rita is the name of a woman. ഇന്ത്യയിൽ റീത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ത്രീകളുണ്ട്. So I asked my brother, ഞാൻ സഹോദരനോട് ചോദിച്ചു, who is this Rita? ഈ റീത്ത ആരാണ്? Is she from Mumbai or Kerala? മുംബൈയിൽ നിന്നാണോ കേരളത്തിൽ He നിന്നാണോ? said no. Rita is a hurricane coming. റീത്ത എന്ന് പറയുന്നത് മുംബൈയിൽ നിന്നും കേരളത്തിൽ നിന്നും വരുന്നയാളല്ല, ഒരു ചുഴലിക്കൊടുങ്കാറ്റാണ്. So we all running home. ആളുകളെല്ലാം ഓടുവാൻ തുടങ്ങി. So we went to our hotel room. ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. When we went to the hotel room, put on the TV. ഹോട്ടൽ റൂമിൽ ചെന്ന് TV ഓൺ ചെയ്തു. I think more than maybe 2-3 lakhs of people 2-3 ലക്ഷം ആളുകൾ from Houston were coming to Dallas. ഹൂസ്റ്റണിൽ നിന്നും ഡാളസിലേക്ക് വരികയാണ്. Because Rita was coming to hit Houston. ഹ്യൂസ്റ്റണിലേക്കാണ് റീത്ത ഇപ്പോൾ ആഞ്ഞടിക്കുവാൻ തുടങ്ങുന്നത്. Now listen to this. ശ്രദ്ധിക്കുക. I'm saying this with all humility. വളരെ താഴ്മയോടെയാണ് ഞാൻ ഇത് പറയുന്നത്. I don't want to tell you. I'm not saying this for the glory of any man. മനുഷ്യന്റെ പ്രശസ്തിക്ക് വേണ്ടി അല്ല ഇത് പറയുന്നത്. For the glory of God I'm telling you. ദൈവമഹത്വത്തിന് വേണ്ടി പറയട്ടെ. So I saw 5 lakhs people driving cars Houston to Dallas. ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ ഡാളസിൽ നിന്നും ഹ്യൂസ്റ്റണിൽ നിന്നും ഡാളസിലേക്ക് കാർ ഓടിച്ചു മറ്റും തിരക്കായി വരികയാണ്. You ask any Malayali pastor in Houston, he'll tell you. ഹ്യൂസ്റ്റണിലുള്ള ഏതെങ്കിലും മലയാളി പാസ്റ്റേഴ്സിനോട് ചോദിച്ചാൽ നിങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാം. Whether this is true. ഇങ്ങനെ പോവുകയാണ്, ഇത് സത്യമാണോ ഇല്ലെന്ന് അവർ പറയും. People were running. ആളുകൾ ഇങ്ങനെ ഓടുകയാണ്. People were driving. ആളുകൾ വാഹനം ഓടിച്ചു പോകുന്നു. I asked my brother. ഞാൻ സഹോദരനോട് ചോദിച്ചു, we are in an international pastors conference. ഞങ്ങൾ ഒരു അന്തർദേശീയ പാസ്റ്റേഴ്സ് കോൺഫറൻസിലാണ്. Christian nation America. അമേരിക്ക ഒരു ക്രിസ്തീയ രാജ്യമാണ്. Nobody can pray against this Rita.
ആമേൻ. റീത്തക്കെതിരെ പ്രാർത്ഥിക്കാൻ ആർക്കും കഴിയില്ലേ? All the anointed preachers in India that we are looking for are in America. ആമേൻ. ഇന്ത്യയിലുള്ള എല്ലാ പാസ്റ്റേഴ്സും അമേരിക്കയിൽ നിന്ന് ഒരാൾ വരാൻ വേണ്ടി കാത്തിരിക്കുക. We wait for American anointed preachers to come to India to preach. അമേരിക്കയിലുള്ള അഭിഷക്തന്മാർ വന്നിട്ട് വേണം ഇന്ത്യ ഉണർത്തപ്പെടാനെന്ന് പറഞ്ഞിരിക്കുക നമ്മളെല്ലാവരും. And those American pastors don't have one man praying against Rita. ഈ റീത്തക്കെതിരെ പ്രാർത്ഥിക്കാൻ അമേരിക്കയിൽ ഒറ്റയൊരെണ്ണവും ഇല്ല. Nobody. ആരുമില്ല. And the Lord showed me. ദൈവം എന്നോട് പറഞ്ഞു, Many times we can be like Gideons. നാം പലപ്പോഴും ഗിദെയോന്മാരെ പോലെ ആകാറുണ്ട്. ഗിദെയോനെ പോലെ ആകാറുണ്ട്. We pray big prayer. നാം വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കും. When Rita comes, റീത്ത വരുമ്പോൾ we hide inside. നാം സാധനങ്ങളുടെ ഇടയിൽ ഒളിക്കും. So I told my brother, ഞാൻ എന്റെ ബ്രദറിനോട് പറഞ്ഞു, come here, വരിക. hold my hand. അവൻ എന്റെ കരം പിടിക്കുക. And the TV was going on. അവൻ ടിവിയിൽ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. We lay hands on the Rita. അവൻ റീത്തയ്ക്കെതിരെ കരം വെച്ചു. Father, പിതാവേ, in Jesus' name, യേശുവിൻ I നാമത്തിൽ pray ഞാൻ that പ്രാർത്ഥിക്കുന്നു. Rita will not touch the shores of Houston. ഹ്യൂസ്റ്റന്റെ തീരത്തെ റീത്ത സ്പർശിക്കുവാൻ പാടില്ല. Not one life will be lost. ഒരു ജീവൻ പോലും അവിടെ തൊടാൻ പാടില്ല. It will go back into the ocean again. അവൻ സമുദ്രത്തിലേക്ക് അത് മടങ്ങി പോകട്ടെ. It will not come and touch Houston. ഹ്യൂസ്റ്റണിലെ ഒരു മനുഷ്യ ജീവിതത്തെ പോലും നശിപ്പിക്കുവാൻ പാടില്ല, തൊടരുത്. Just two of us, ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. like Peter and John praying. പത്രോസ് യോഹന്നാനും പ്രാർത്ഥിച്ചതുപോലെ In 24 hours, 24 മണിക്കൂറിനുള്ളിൽ people were still running, confusion everywhere. ആളുകൾ ഇങ്ങനെ ഭയപ്പെട്ട് ഓടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമായി. After 24 hours, 24 മണിക്കൂറിന് ശേഷം the headlines came. അവൻ വാർത്ത വന്നു, Rita റീത്ത returns back to the ocean. അവൻ സമുദ്രത്തിലേക്ക് റീത്ത മടങ്ങി പോയിരിക്കുന്നു. No life lost. ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. Everybody is safe. എല്ലാവരും സുരക്ഷിതർ. Rita is not like Katrina. ആമേൻ. റീത്ത കത്രീനയെ പോലെയല്ല. Katrina destroyed the city. കത്രീന വളരെ നാശനഷ്ടങ്ങൾ But വിതച്ചു. we don't know what happened to Rita. റീത്തയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. So when the news was saying, ന്യൂസ് പറയുന്നത്, I was saying to my brother, ആമേൻ, ഞാൻ പറഞ്ഞു, they should call me. I will tell them Jesus took the Rita out. ആമേൻ, റീത്തയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ലെന്ന് ന്യൂസിൽ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ സഹോദരനോട് പറഞ്ഞു, അവർ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു, യേശു അതിനെ കടലിലേക്ക് എടുത്തുകൊണ്ട് പോയി. What am I saying to you today? ഞാൻ ഇന്ന് നിങ്ങളോട് എന്താണ് പറയുന്നത്? If God can do that with me, എന്നിലൂടെ ദൈവത്തിന് അത് ചെയ്യുവാൻ He കഴിയുമെങ്കിൽ can do it with you. നിങ്ങളിലൂടെ കഴിയില്ലെന്നോ? That is why in our life, അതുകൊണ്ടാണ് നമ്മുടെ that ജീവിതത്തിൽ, is why in our city, നമ്മുടെ പട്ടണത്തിൽ, that is why in our nation, നമ്മുടെ രാജ്യത്തിൽ there are so many problems. അവൻ ധാരാളം പ്രശ്നങ്ങൾ. Corruption is a problem. അവൻ അഴിമതി ഒരു പ്രശ്നമാണ്. Violence is a problem. സാഹസികത ഒരു പ്രശ്നമാണ്. Divorce is a problem. വിവാഹമോചനം ഒരു പ്രശ്നമാണ്. Broken relationship is a problem. ബന്ധങ്ങൾ Finance is a problem. പ്രശ്നമാണ്. സാമ്പത്തികം ഒരു പ്രശ്നമാണ്. Sickness is a problem. രോഗം ഒരു പ്രശ്നമാണ്. There's always a problem. എല്ലാ പ്രശ്നങ്ങൾ. The darkness increasing. അന്ധകാരം വർദ്ധിക്കുന്നു. But the Lord is saying to you, എന്നാൽ ദൈവം ഇന്ന് you പറയുന്നു, are born natural. നിങ്ങൾ ജന്മനാ In ജനിച്ചവർ. Jesus you become spiritual. യേശുവിൽ നിങ്ങൾ ആത്മീയർ. But if you walk with the Holy Spirit, പരിശുദ്ധാത്മാവിൽ നടന്നാൽ you can walk supernatural life. നിങ്ങൾക്ക് പ്രകൃതിയാതീതമായ അനുഭവങ്ങളോടുകൂടെ That's ജീവിക്കാം. what Jesus said. യേശു പറഞ്ഞു, What you bind on this earth നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് is bound in heaven. സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. What you set free on this earth, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് set free in heaven. സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കും. But we are the only Christian soldiers. നാം ആണ് ക്രിസ്തുവിന്റെ പടയാളികൾ. We got all the equipments, നമുക്ക് എല്ലാ ആയുധങ്ങളുമുണ്ട്. but never use what God has given us. പക്ഷേ ഈ ആയുധങ്ങളെല്ലാം നാം ഉപയോഗിക്കാതിരിക്കുകയാണ്. God has given us the helmet of salvation, ആമേൻ, രക്ഷയുടെ breastplate of righteousness, നീതിയുടെ കവചമുണ്ട്, sword of the Spirit, ആത്മാവിന്റെ വാളുണ്ട്, belt of the truth, സത്യത്തിന്റെ the shoes of the gospel. സുവിശേഷത്തിനുള്ള shield of faith. വിശ്വാസത്തിന്റെ God പരിചയമുണ്ട്. has given us all the five, ഈ സകല ആയുധങ്ങളും ദൈവം തന്നിരിക്കുന്നു. but we don't use it. ആമേൻ, പക്ഷെ ഉപയോഗിക്കുന്നില്ല. We use the sword നാം വാൾ ഉപയോഗിക്കും only against brothers and brothers, ആമേൻ, സഹോദരന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാൻ. against churches, ആമേൻ, അങ്ങോട്ടും ഇങ്ങോട്ടും against വിധിക്കാൻ. denominations. ആമേൻ, സംഘടനകളെ We വിധിക്കാൻ. use the sword ആമേൻ, വാൾ ഉപയോഗിക്കുന്നത് against the people in the church. സഭയിലുള്ള ആളുകൾക്കെതിരെയല്ലേ. We will use the pulpit to speak to the people. ആമേൻ, ദൈവവചനം ആളുകൾ പുൽപിറ്റിലൂടെയാണ് വാൾ The ഉപയോഗിക്കുന്നത്. sword is against the demonic powers. പക്ഷേ വാൾ പിശാചിനെതിരെയാണ്
ഉപയോഗിക്കേണ്ടത്. What you bind on this earth is bound in heaven. സ്വർഗ്ഗഭൂമിയിൽ കെട്ടുന്നത് സ്വർഗ്ഗത്തിൽ What കെട്ടപ്പെട്ടിരിക്കും. is set free on this earth is set free in heaven. ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കും. But we don't use. ഒരു സവാർത്ഥയുണ്ട്. Christians are the only soldiers never use their weapons. ക്രിസ്ത്യാനികളായ പടയാളികൾ മാത്രമേ ആയുധം ഉപയോഗിക്കാത്ത പടയാളികളായിട്ടുള്ളൂ. And that is why Kerala അതുകൊണ്ടാണ് കേരളം is one time Christian state. ഒരിക്കൽ ക്രിസ്തീയ സംസ്ഥാനമായിരുന്നത്. Now only 13% is Christians. ഇപ്പോൾ 13% ചുരുങ്ങിയത്. Next 10 years, അടുത്ത 10 വർഷത്തിനുള്ളിൽ if you don't do something today, നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ചെയ്യാതിരുന്നാൽ from 13% it may become 5% Christians. അവൻ 5% ചുരുങ്ങുവാൻ സാധ്യതയുണ്ട്. Look at Europe. യൂറോപ്പിനെ നോക്കുക. Churches are empty. സഭാ മന്ദിരങ്ങൾ അവിടെ ഒഴിയുകയാണ്. And now churches are bought over by mosques. ആമേൻ. സഭാ കെട്ടിടങ്ങൾ മോസ്കുകളായി രൂപാന്തരപ്പെടുന്നു. മുസ്ലിങ്ങൾ വാങ്ങിച്ചത് In മോസ്കുകളാണ്. Australia, ഓസ്ട്രേലിയയിൽ I saw one church, ഒരു വലിയ പള്ളി ഞാൻ കണ്ടു. huge building. ഒരു വലിയ പള്ളിയാണ്. There's a gurudwara there. ആമേൻ. ഇപ്പോൾ അത് ഗുരുദ്വാരയായിട്ട് മാറി. Churches are getting empty. ആമേൻ. സഭകൾ ആളില്ല. Demons are taking over the nations of the world. ലോകത്തിലെ രാജ്യങ്ങളുടെ മേൽ അന്ധകാരം ഭരണം നടത്തുന്നു. You have a choice today. ഇന്ന് നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. India is 3% Christians. ഇന്ത്യ 3% ക്രിസ്ത്യാനികളുടെ രാജ്യം. 97 do not have salvation. 97% ആളുകൾ രക്ഷ പ്രാപിച്ചവരല്ല. 97 are still going to the ways of darkness. അന്ധകാരത്തിന്റെ വഴിയിലൂടെയാണ് 97%. Prayer alone will not save them. പ്രാർത്ഥന മാത്രം അവരെ രക്ഷിക്കയില്ല. But walking with the Holy Spirit പരിശുദ്ധാത്മാവിൽ നടകൊണ്ടാൽ and praying with Jesus യേശുവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ and do what we can do, ചെയ്യുവാൻ കഴിയുന്ന നാം ചെയ്താൽ then God will do what we cannot do. അവൻ നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത ദൈവം ചെയ്യും. If we do what we can do, നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന നാം ചെയ്താൽ then God will do what you cannot do. ദൈവം നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത ദൈവം ചെയ്യുവാനിടയാകും. Hallelujah. Praise the Lord. How much time I have? I have some more time. Pray or preach, teach more. Teach Praise the more. Lord. Because I get into next. Are you enjoying this? എത്ര പേർക്ക് സന്തോഷമായി തോന്നുന്നു? Okay. This is orange juice, not any other juice, okay? Praise the Lord. Hallelujah. Let's go deeper. അല്പം കൂടി ആഴത്തിലേക്ക് നമുക്ക് ഇന്ന് പകൽ ഇറങ്ങാം. I'm born natural. സ്വാഭാവികമായി ജനിച്ചവർ, I give my life to Jesus. യേശുവിന് ജീവിതം സമർപ്പിച്ചവർ, I become spiritual. ആത്മീയനായി തീർന്നു. I need baptism of the Holy Spirit. പരിശുദ്ധാത്മാവിൽ സ്നാനം എനിക്ക് ആവശ്യമുണ്ട്. To be full of the Holy Spirit. ആത്മാ നിറവ് പ്രാപിക്കുവാൻ. Correct? Correct? ആമേൻ. How many of you know we need baptism of the Holy Spirit? പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തിന്റെ അർത്ഥം എത്ര പേർക്കറിയാം? Now we are all baptized in the Holy Spirit. നാം എല്ലാവരും ആത്മാവിൽ സ്നാനപ്പെട്ടവരാണ്. I'm not talking about baptism of the Holy Spirit. ആമേൻ. പരിശുദ്ധാത്മാവിലുള്ള പ്രത്യേക സ്നാനത്തെ കുറിച്ചല്ല. Listen carefully. ശ്രദ്ധിക്കുക. Don't miss this. ശ്രദ്ധിക്കുക, നഷ്ടപ്പെടരുത്. Baptism in the Holy Spirit is one time. പരിശുദ്ധാത്മാവിലുള്ള സ്നാനം ഒരിക്കലായി സംഭവിക്കുന്നതാണ്. But infilling of the Holy Spirit എന്നാൽ ആത്മാവിലുള്ള നിറവ് is 24/7. ആമേൻ 24 മണിക്കൂറും 7 ദിവസവും സംഭവിക്കേണ്ടതാണ്. There are two things. രണ്ട് കാര്യം. Baptism in the Holy Spirit പരിശുദ്ധാത്മാവിലുള്ള സ്നാനം, and infilling of the Holy Spirit. ആത്മാവിലുള്ള നിറവ്. He gave me orange juice. അദ്ദേഹം എനിക്ക് ഓറഞ്ച് ജ്യൂസ് നൽകി. Empty glass. Empty glass. This glass was empty. ഈ ഗ്ലാസ് ഇപ്പോൾ എംപ്റ്റി ആണ്. He poured orange juice. അതിനകത്ത് ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുന്നു. I drank. ഞാനത് കുടിച്ചു. This glass is empty. ഇപ്പോഴത് ഒഴിഞ്ഞു. Now I cannot use this glass ആമേൻ. ഈ ഗ്ലാസ് എനിക്കിപ്പോൾ ഉപയോഗിക്കുവാൻ കഴിയില്ല unless and until it is filled again. ഇതിനകത്ത് പിന്നെയും ഓറഞ്ച് നിറയാതെ എനിക്കതിനെ ഉപയോഗിക്കുവാൻ കഴിയില്ല.
Baptism is one time. സ്നാനം ഒരിക്കലായിട്ടുള്ളതാണ്. But being filled with the Holy Spirit എന്നാൽ ആത്മാവിലുള്ള നിറവ് is every day. എല്ലാ ദിവസവും ഉണ്ടാവേണ്ട അനുഭവം. Yesterday I came here ഇന്നലെ ഞാൻ ഇവിടെ വന്നു, full of the Holy Spirit. ആത്മാവിൽ നിറഞ്ഞവനായി. I spoke the word of God. ഞാൻ ദൈവവചനം സംസാരിച്ചു. I ministered in the Holy Spirit. ആത്മാവിൽ ജനത്തെ ശുശ്രൂഷിച്ചു. Miracles have happened. ആമേൻ. അത്ഭുതങ്ങൾ നടന്നു. Glory of God has come. ദൈവമഹത്വം വന്നു. When I went back, ഞാൻ മടങ്ങിപ്പോയപ്പോൾ I was tired ഞാൻ ക്ഷീണിച്ചു physically. ശാരീരികമായി. All that God had given me, I poured out. ദൈവം എനിക്ക് നൽകിയതെല്ലാം ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകി. I went to my hotel. ഹോട്ടലിൽ കടന്നു ചെന്നു. I had a snanam. ആമേൻ. എനിക്ക് ഒരു സ്നാനമുണ്ട്. Then I ate the bhojanam. ആമേൻ. കുളിച്ച ശേഷം ഞാൻ ആഹാരം കഴിച്ചു. And then when I was sleeping, ആമേൻ. അതിനുശേഷം ഞാൻ ഉറങ്ങി. I asked the Holy Spirit to fill me. പരിശുദ്ധാത്മാവിനോട് ഞാൻ പറഞ്ഞു, ദൈവമേ എന്റെ ആത്മാവിനെ Fill നിറയ്ക്കണം. me again. എന്നെ ഒന്നുകൂടെ നിറയ്ക്കണമേ. Fill me again. ഒന്നുകൂടെ നിറയ്ക്കണമേ With His Holy Spirit. ആത്മാവിനാൽ. And when I came here, ഞാൻ ഇവിടെ വന്നപ്പോൾ I was filled with the Holy Spirit again. ആത്മാവിൽ പിന്നെയും നിറഞ്ഞവനായിട്ടാണ് വന്നത്. You sang songs. നിങ്ങൾ പാടിയല്ലോ പാട്ട്. You were filled with the Holy Spirit. ആത്മാവിൽ നിറഞ്ഞു So നിങ്ങൾ. when you sing songs, അവൻ പാടുമ്പോൾ you release the Spirit. ആത്മാവിനെ നിങ്ങൾ പ്രാപിക്കുന്നു. Pastors, നിങ്ങൾ when ശുശ്രൂഷകന്മാർ you preach, പ്രസംഗിക്കുമ്പോൾ you release the Spirit. ആത്മാവിനെ നിങ്ങൾ Now പകർന്നു listen കൊടുക്കുന്നു. carefully. ഇവിടെ ശ്രദ്ധിക്കുക. You breathe in, ആമേൻ. പിന്നെയും നിങ്ങൾ ശ്വസിക്കുമ്പോൾ you breathe out. ആമേൻ നിങ്ങൾ ഉച്ഛ്വസിക്കുകയും That's the ചെയ്യുന്നു. principle. ആമേൻ. അതിനകത്ത് ഒരു തത്വമുണ്ട്. But the problem with us is, ആമേൻ. നമ്മിലുള്ള അതിനകത്ത് പ്രശ്നം, we are baptized in the Holy Spirit many years ago, പല വർഷങ്ങൾക്ക് മുൻപേ ആത്മസ്നാനം പ്രാപിച്ചവരാണ്. but we are not infilled in the Spirit every day. എന്നാൽ ഇപ്പോൾ എല്ലാ ദിവസവും ആത്മാവിൽ സ്നാനപ്പെടുന്നില്ല, നിറയുന്നില്ല. So lives are all dried up. അങ്ങനെ ജീവിതം വരണ്ടതായി തീരുന്നു. There is no water. അവിടെ ഒരു ജലാംശമില്ല, There's no life. ജീവനില്ല. So when this river is dried up, ആമേൻ. നദി വരണ്ടു കഴിയുമ്പോൾ I may think Pentecostal, ഞാന് പെന്തക്കോസ്തുകാരനാണെന്ന് I ചിന്തിച്ചേക്കാം. may shout like a Pentecostal, പെന്തക്കോസ്തുകാരനെ പോലെ I may ബഹളമുണ്ടാക്കിയേക്കാം. clap like a Pentecostal, പെന്തക്കോസ്തുകാരനെ പോലെ കൈയടിച്ചേക്കാം. but I don't have life of a Pentecostal. ആത്മാ പെന്തക്കോസ്തുവിന്റെ ജീവനിലില്ല. Praise the Lord. I hope you understand what I'm saying. Amen. Now a musician, ഇവിടെയുള്ള സംഗീതജ്ഞർ, he's a musician. ആമേൻ. അദ്ദേഹം ഒരു മ്യൂസിഷ്യൻ, സംഗീതജ്ഞനാണ്. You wake up in the night ആമേൻ. രാത്രി എഴുന്നേൽക്കുക. and sing any song. ആമേൻ. ഏതെങ്കിലും പാട്ട് പാടുക. He doesn't need abhishekam. ആമേൻ. പ്രത്യേകിച്ച് അതിന് ബേസിക്കൊന്നും ആവശ്യമില്ല. He knows which chord to play. ആമേൻ. ഏത് കോഡിലാണ് പാടേണ്ടതെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. Even if he has not prayed, ആമേൻ. പ്രാർത്ഥിച്ചില്ലെങ്കിലും, even if he has not fasted, ആമേൻ ഉപവസിച്ചില്ലെങ്കിലും, he can play any chord. ആമേൻ. ആമേൻ. ഏത് സമയത്തും പാട്ട് പാടാൻ കഴിയും. I'm a pastor ഞാൻ ഒരു പാസ്റ്ററാണ്. for last 30 years. ഏതാണ്ട് 30 വർഷമായി. You wake me from the night ആമേൻ. രാത്രി നിങ്ങൾ എന്നെ വിളിച്ചുണർത്തു. and you tell me to preach a message. ആമേൻ. പ്രസംഗിക്കാൻ എന്നോട് ആവശ്യപ്പെടൂ. I can preach a message തീർച്ചയായിട്ടും ഒരു പ്രസംഗം പ്രസംഗിക്കാം. without anointing, അഭിഷേകമില്ലാതെ, without praying, പ്രാർത്ഥനയില്ലാതെ, without getting right with God. ആമേൻ. ദൈവവുമായി നിരപ്പ് I പ്രാപിക്കാതെ can preach a wonderful message. തീർച്ചയായിട്ടും ഒരു നന്നായ പ്രസംഗം പ്രസംഗിക്കാം. Even devil can preach a message. ആമേൻ. പിശാചിനും പ്രസംഗിക്കാൻ കഴിയും. That's why he told Jesus. ആമേൻ. യേശുവിന് പറയുന്നു. He was preaching at Jesus. It is written. ആമേൻ. യേശുവിന്റെ അടുക്കൽ ചെന്ന് It is പിശാച് written. പ്രസംഗിച്ചതല്ലേ, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. So even devil can do it. പിശാചിനും പ്രസംഗിക്കാൻ കഴിയും. Now this is really deep. That's why I was asking, should I close or should I continue? ആമേൻ. ഇത് അല്പം ആഴമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് തുടരണമോ നിർത്തണമോ എന്ന്. Please listen. ശ്രദ്ധിക്കുക. You and me, ഞാനും നിങ്ങളും careful, listen. ശ്രദ്ധിക്കുക. We are a spirit being. ആത്മീക ജീവികൾ എന്ന നിലയിൽ We have a mind നമുക്കൊരു മനസ്സുണ്ട്. and we live in this body. ശരീരത്തിലാണ് ജീവിക്കുന്നത്. We are a spirit being. നാം ഒരു ആത്മീക ജീവികളാണ്. God is spirit. ദൈവം ആത്മാവ്. We are a spirit. നമുക്കൊരു ആത്മാവുണ്ട്. So when God made Adam, ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ he didn't make Adam physically like God. ദൈവത്തെ പോലെ ശാരീരിക രൂപത്തിലല്ല ആദാമിനെ സൃഷ്ടിച്ചത്.
God breathed spirit into that mud and it became life. ആമേൻ. മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ ശരീരത്തിൽ ദൈവം ആദാമിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. So you and I, we are a spirit. ഞാനും നിങ്ങളും ആത്മാവുള്ളവരാണ്. Please understand. ആമേൻ. The real shaker is not this. യഥാർത്ഥ ശേഖർ ഈ പുറമേ കാണുന്നതല്ല. The real shaker is inside. ഇതിനകത്തുള്ള ആളത്വമാണ്. This is like the clothes. ഈ ശരീരത്തിൽ ഒരു വസ്ത്രം പോലെ മാത്രമേ ഉള്ളൂ ഈ ശരീരം. So when I die, ഞാൻ മരിക്കുമ്പോൾ it's like removing the shirt. അവൻ വാസ്തവത്തിൽ വസ്ത്രം മാറ്റുന്നത് പോലെയാണ്. Shaker doesn't die. ശേഖർ മരിക്കുന്നില്ല. Shaker can never die. ശേഖർ ഒരിക്കലും മരിക്കാൻ കഴിയില്ല. Salvation, രക്ഷ, moksha, മോക്ഷം, jannat, ജനനം. jannat. Muslims, they say jannat. മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാടിൽ ജനത്ത്. What is jannat? എന്താണ് ജനത്ത്? What is moksha? മോക്ഷം എന്താണ്? What is salvation? രക്ഷ എന്താണ്? Is when my atma becomes one with Paramatma. അവൻ പരമാത്മാവിൽ എന്റെ ആത്മാവിൽ ലയിക്കുന്നതാണ്. This is really deep. അവൻ അല്പം ആഴമുള്ള ചിന്തയാണ് ഇനി പറയുന്നത്. Please understand. ദയവായി ഗ്രഹിക്കുക. So when my atma എന്റെ ആത്മാവ് has a mind, അവൻ ഒരു മനസ്സുള്ളതാണ്. intelligence, ബുദ്ധിയുണ്ട്, wisdom, ജ്ഞാനമുണ്ട്, soul. അവൻ ആ പ്രാണനകത്തുണ്ട്. I have a spirit. ഞാനൊരു I have ആത്മാവാണ്. a mind. മനസ്സുണ്ട് എനിക്ക്. I have talents in my mind. എന്റെ മനസ്സിൽ കഴിവുകളുണ്ട്. That is why he can play keyboards perfect. അവൻ കീബോർഡ് വളരെ നന്നായി അദ്ദേഹത്തിന് വായിക്കുവാൻ കഴിയുന്ന കഴിവുള്ളതുകൊണ്ട്. Because his mind tells him which is A minor, G minor, B major. അവൻ എ മൈനർ, ജി മൈനർ, ബി മേജർ എന്നൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സാണെന്ന് എനിക്ക് പറഞ്ഞു I don't കൊടുക്കുന്നു. know to play this. അവൻ എനിക്ക് ഇത് പാടുവാൻ കഴിയില്ല. Why? എന്ത്? Because my mind, my soul is not trained. അവൻ എന്റെ മനസ്സിന് അതിനുള്ള ട്രെയിനിങ് നൽകിയിട്ടില്ല. So remember this. ഇത് ശ്രദ്ധിക്കുക. I have a spirit. എനിക്കൊരു ആത്മാവുണ്ട്. You have a spirit. നിങ്ങൾക്കും ഒരു ആത്മാവുണ്ട്. So when you put your powder, അവൻ നിങ്ങൾ പൗഡർ ഇടുമ്പോൾ, when you put your spray, സ്പ്രേ ഒഴിക്കുമ്പോൾ, you don't put it in your spirit. You put it on your face, on your body. ആത്മാവിന്റെ മേലല്ല ഈ സ്പ്രേ ഒക്കെ തളിക്കുന്നത്, ശരീരത്തിലാണ്. And you have a mind, അത് മനസ്സിന്റെ മുകളിലാണ്. soul, സോളുണ്ട്. and you have a body. നിങ്ങൾക്കൊരു So ശരീരവുമുണ്ട്. you have a spirit, ആത്മാവുണ്ട്, you have a mind, മനസ്സുണ്ട്. but that spirit lives in the body. ആത്മാവ് ജീവിക്കുന്നത് ജഡത്തിലാണ്. So when the pastor says, lift your hands, you will lift your hands. ആമേൻ. പാസ്റ്റർ പറയുകയാണ് കരമുയർത്താൻ പറയുമ്പോൾ നിങ്ങൾ Pastor will say hallelujah, you will say hallelujah. പാസ്റ്റർ പറയുകയാണ് ഹല്ലേലൂയ പറയുമ്പോൾ നിങ്ങൾക്ക് ഹല്ലേലൂയ So your പറയും. spirit inside, പരിശുദ്ധ ആത്മാവകത്ത്, because you want to worship Jesus, ആമേൻ, ആത്മാവിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ tells the mind, മനസ്സിനോട് പറയുന്നു lift your hands. കരമുയർത്തുക. Are you listening? ആമേൻ. Hello. Please understand this. ശ്രദ്ധിക്കുക. So when I die, ഞാൻ മരിക്കുമ്പോൾ my spirit doesn't die. ആത്മാവ് മരിക്കും, ഞാൻ മരിക്കുന്നില്ല. If it is found Jesus, salvation, യേശുവിലൂടെയുള്ള രക്ഷ കണ്ട ആളാണെങ്കിൽ it will be with God forever and ever and ever. എന്നും നിത്യതയിൽ ദൈവത്തോടുകൂടെ. Where there's no sin, അവൻ പാപമില്ലാതെ, where there's no sickness, രോഗമില്ലാതെ, where there's no death. മരണമില്ലാതെ. Because Jesus, Yeshua, died for my sins. കാരണം എന്തെന്നാൽ യേശു എനിക്ക് വേണ്ടി മരിച്ചു. But if I do not know Jesus, യേശുവിനെ അറിയാതിരുന്നുവെങ്കിൽ my spirit will not die, എന്റെ ആത്മാവ് മരിക്കയില്ല, but it will be cast into hell, നരകത്തിലേക്ക് തള്ളപ്പെടും. where I'll be living forever and ever and ever suffering. എന്നും നിത്യത മുഴുവനും ഞാൻ കഷ്ടം അനുഭവിക്കുകയാവും. So that is why അതുകൊണ്ടാണ് we need to understand. നമുക്കത് മനസ്സിലാകാത്തത്. Why did Jesus come? എന്തുകൊണ്ട് യേശു വന്നു? Not to give you religion, അവനൊരു മതം not നൽകുവാനല്ല, to give you denomination. സംഘടന സ്ഥാപിക്കാനല്ല. Why did Jesus come? യേശു എന്തിനു വന്നു? So that the spirit man, ഈ ആത്മ മനുഷ്യൻ, the son of man, അവൻ ദൈവപുത്രൻ, will become son of God. ദൈവ മനുഷ്യനാകുവാനിടയാകുന്നു. ദൈവ മനുഷ്യൻ, That's the message of salvation. മനുഷ്യപുത്രൻ ദൈവപുത്രനാകുവാനിടയാകുന്നു. So the Holy Spirit comes upon me, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ my spirit becomes new. ആത്മാവ് പുതുതാകുന്നു. Hallelujah. So very often
വളരെ പലപ്പോഴും we have to be careful. നാം വളരെ ശ്രദ്ധിക്കാറുണ്ട്. Those who are led by the Spirit are called the sons of God. ദൈവാത്മാവ് നടത്തുന്നവർ ഒക്കെയും ദൈവത്തിന്റെ മക്കളാകുന്നു. Holy Spirit leads my spirit. പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനെ നയിക്കുന്നു. So when I read the word of God, ദൈവവചനം ഞാൻ വായിക്കുമ്പോൾ Holy Spirit tells my spirit. പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനോട് പറയുന്നു. So my spirit is renewing my mind. എൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ ആത്മാവിനെ രൂപാന്തരപ്പെടുത്തുന്നു. Look at me. എന്നെ ശ്രദ്ധിക്കുക. I'm a new believer. ഞാൻ ഒരു പുതിയ വിശ്വാസി. When I was an unbeliever, I used to smoke. ആമൻ ഒരു അവിശ്വാസി പുകവലിക്കുമ്പോൾ I used to take alcohol. ആമൻ ഞാൻ ആൽക്കഹോൾ എടുക്കുമ്പോൾ I used to do lusting. ആമൻ ഞാൻ അവിശ്വാസി ആയിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. Abuse. ആമൻ ഞാൻ ദുഷ്ടവാക്കുകൾ ഉപയോഗിക്കുമായിരുന്നു. When I gave my life to Jesus, യേശുവിന്റെ കരങ്ങളിൽ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ my spirit became alive. എൻ്റെ ആത്മാവ് ജീവനുള്ളതായി. My spirit became alive to God. എൻ്റെ ആത്മാവ് ദൈവത്തോടെങ്കിൽ ജീവനുള്ളതായി തീർന്നു. My meat is to do the will of God. എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടം ചെയ്യുകയാണ് എൻ്റെ ആഹാരം. The word of God is my food. അതാ ദൈവവചനമാണ് എൻ്റെ ആഹാരം. So I develop my spirit. ആത്മാവിലുള്ള ആ വളർച്ച. So when I read the word of God, വചനം വായിക്കുമ്പോൾ Holy Spirit spoke to my spirit. പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനോട് സംസാരിച്ചു. My body is the temple. എൻ്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. So I said, God, ആമേൻ. ദൈവമേ, I love smoking. ആമേൻ. പുകവലി ഞാൻ ഇഷ്ടപ്പെടുന്നു. I love doing wrong things. ആമേൻ. തെറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണല്ലോ. Holy Spirit, പരിശുദ്ധാത്മാവ് when he came upon me, എൻ്റെ മേൽ വരുമ്പോൾ the anointing broke every yoke of Satan. അഭിഷേകം ഈ പിശാചിനെ എല്ലാ നുകത്തെയും തകർത്തു കളയോ. So God delivered me. അങ്ങനെ ഞാൻ അതിൽ നിന്ന് From the സ്വതന്ത്രനാകും. power of sin. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്. Sin has no control. ആമേൻ. പാപത്തിന് എൻ്റെ മേൽ കർത്തൃത്വമില്ല. That is why we need the Holy Spirit. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് That ആവശ്യമായിരിക്കുന്നത്. is why we need the infilling. അതിനാണ് നമുക്ക് ആത്മനിറവ് വേണ്ടിയത്. One time baptism is not enough. ഒരിക്കലായുള്ള സ്നാനം മാത്രം പോരാ. We need the river of God flowing. ആ ദൈവത്തിന്റെ നദി നമ്മിലൂടെ ഒഴുകണം. So Jesus said, യേശു പറഞ്ഞു, when we repent മാനസാന്തരപ്പെടുമ്പോൾ and believe in Jesus, യേശുവിൽ വിശ്വസിക്കുമ്പോൾ out of your belly നിങ്ങളുടെ ഉള്ളിൽ നിന്ന് will flow the life-giving water. ആമേൻ. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. Freely we receive. ആമേൻ. നിങ്ങൾ സൗജന്യമായി പ്രാപിക്കുക. Freely we give. സൗജന്യമായി കൊടുക്കുക. Freely we receive. സൗജന്യമായി വാങ്ങിയത് Freely we release. സൗജന്യമായി കൊടുക്കുക. Freely I receive love of God. ആമേൻ. ദൈവസ്നേഹം സൗജന്യമായി Freely പ്രാപിച്ചില്ലേ. I give the love of God. ആമേൻ. ദൈവസ്നേഹം സൗജന്യമായി കൊടുക്കുക. Freely I receive the power of God. പരിശുദ്ധാത്മ ദൈവശക്തി Freely സൗജന്യമായി I release പ്രാപിച്ചില്ലേ. the power of God. ആമേൻ. സൗജന്യമായി അത് നൽകുക. Freely I receive the grace of God. ദൈവകൃപ സൗജന്യമായി പ്രാപിച്ചില്ലേ. Freely I want to release the grace of God. അത് സൗജന്യമായി കൊടുക്കുക. I breathe in. ഞാൻ ശ്വസിക്കുന്നു. I breathe out. ഞാൻ I നിശ്വസിക്കുന്നു. need to receive. ഞാനത് പ്രാപിക്കുന്നു. I need to give. ഞാനത് കൊടുക്കുന്നു. Now listen carefully. വളരെ ശ്രദ്ധിക്കണമേ. Any sea has no outlet. ആമേൻ. പുറത്തോട്ട് തള്ളുവാനില്ലാത്ത സീ. That is no outlet. ആമേൻ. പുറത്തോട്ട് തള്ളുവാനില്ലാത്തൊരു സീ Becomes a dead sea. അതിനെയാണ് ചത്ത കടൽ എന്ന് പറയുന്നത്. In Israel, ഇസ്രായേൽ there is a sea called Dead Sea. ഡെഡ് സീ, ചാവുകടൽ എന്നറിയപ്പെടുന്ന ഒരു കടലുണ്ട്. River Jordan യോർദാൻ നദി flows every day. എല്ലാ ദിവസവും ഒഴുകും. From the time of Adam ആദാമിന്റെ കാലം മുതൽ till today, ഇന്നു വരെ Jordan is flowing. യോർദാൻ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. It gets into the sea. അത് കടലിലേക്കാണ് ഒഴുകുന്നത്. But that sea is called Dead Sea. ആമേൻ. ആ ഒഴുകിച്ചെല്ലുന്ന കടലിന്റെ പേര് ചാവുകടൽ എന്നാണ്. Because this Dead Sea ആമേൻ. ഈ ചാവുകടലിന് only receives, ആമേൻ എല്ലായ്പ്പോഴും അതിലേക്ക് സ്വീകരിക്കാൻ മാത്രം never കഴിയും. gives. പക്ഷെ അതിൽ നിന്ന് ഒരിക്കലും പുറത്തു So when പോകില്ല. you receive ആമേൻ. നിങ്ങൾ and പ്രാപിക്കുമ്പോൾ don't give, ആമേൻ കൊടുക്കുന്നില്ലെങ്കിൽ there is no more water there. അതിനകത്ത് ജീവനില്ല. There is all salt. ആമേൻ. അതിനകത്ത് ഉപ്പ് മാത്രമേ ഉള്ളൂ, വെള്ളമില്ല. Little salt is good. അല്പം ഉപ്പ് നല്ലതാണ്. But for a half kilo rice, ആമേൻ. 1 കിലോ അരിക്ക് chawal,
അരിക്കിലോ ചോറിന് if you put 1 kilo salt, അവൻ 1 കിലോ ഉപ്പിട്ടെന്നിരിക്കുക, you will not be able to eat that rice. അവൻ നിങ്ങൾ ആരും ആ ചോറ് കഴിക്കില്ല. But what has happened to you and me? അവൻ എനിക്ക് നിങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? The church, സഭ, the Pentecostalism, അവൻ പെന്തക്കോസ്ത്, we are receiving. എല്ലാ ദിവസവും നമ്മൾ പ്രാപിക്കുന്നു. But we are not releasing. അവൻ പക്ഷേ നാം We are കൊടുക്കുന്നില്ല. not giving. നാം കൊടുക്കുന്നില്ല. So when you only receive അവൻ നാം പ്രാപിക്കുക മാത്രം ചെയ്യുമ്പോൾ, and don't give, അവൻ കൊടുക്കാതിരിക്കുമ്പോൾ you become dry. അങ്ങനെ നിങ്ങൾ വരണ്ടവരായി തീരുന്നു. Praise the Lord. Amen. Hallelujah. Thank you, Jesus. Oh, Jesus. So baptism in the Holy Spirit പരിശുദ്ധാത്മാവിലുള്ള സ്നാനം is one time. ഒരിക്കൽ സംഭവിക്കുന്നതാണ്. But the infilling of the Holy Spirit എന്നാൽ ആത്മാവിലുള്ള നിറവ് is every day. എല്ലാ ദിവസവും സംഭവിക്കേണ്ടതാണ്. I will close with this. ഞാൻ ഇതിനോടുകൂടെ അവസാനിപ്പിക്കട്ടെ. You go home and read the scripture. ആമേൻ. വായിക്കുക, വീട്ടിൽ ചെന്ന് തിരുമെഴുത്തുകൾ. The Bible says, വചനം പറയുന്നു, Matthew chapter 5 verse 1. മത്തായി 5:1, Jesus went on the mountain യേശു മലമേൽ കയറി and received the Holy Spirit. ആത്മാ നിറവ് പ്രാപിച്ചു. There the disciples came after him. ശിഷ്യന്മാർ അവന്റെ പിറകെ പോയി. Then he opened his mouth അവൻ തന്റെ വായ തുറന്നു. and he spoke to them. അവരോട് സംസാരിച്ചു. Listen carefully. വളരെ ശ്രദ്ധിക്കുക. Jesus daily will go on the mountain, യേശു എല്ലാ ദിവസവും മലമുകളിൽ പോയി receive the Holy Spirit, ആത്മാ നിറവ് പ്രാപിച്ചു. receive the word of knowledge, ദൈവവചനം പ്രാപിച്ചു. receive the word of wisdom, അവൻ ജ്ഞാനത്തിന്റെ വചനം, receive the power of God, ദൈവശക്തി, receive the discernment, വിവേചനവരം, receive the glory of God, ദൈവമഹത്വം, receive the love of God, ദൈവസ്നേഹം, receive the grace of the Father. പിതാവിന്റെ കൃപ. And once he's full, അവൻ ഒരിക്കൽ നിറഞ്ഞു കഴിയുമ്പോൾ, Matthew chapter 4 മത്തായി 4 verse 20 to 22, I think it അവൻ says, 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ he would go and be in the valley. അവൻ താഴ്വരകളിലേക്ക് പോയി. He would go in the evening. അവൻ സായങ്കാലം, He'll go afternoon അവൻ ഉച്ചയ്ക്ക് in the valley അവൻ താഴ്വരകളിലേക്ക് to പോയി. meet the needs of the people, ആളുകളുടെ ആവശ്യം നിവർത്തിക്കുവാൻ heal the blind, അവൻ രോഗികളെ സൗഖ്യമാക്കി, raise the dead, മരിച്ചവരെ ഉയർപ്പിച്ചു, walk on the water, അവൻ കടൽമേൽ നടന്നു, cast out demons, അവൻ ഭൂതങ്ങളെ പുറത്താക്കി, love the unloved. അവൻ സ്നേഹമില്ലാത്തവരെ സ്നേഹിച്ചു. Whether it be Zacchaeus, അവൻ സക്കായിയസ് whether ആയാലും, it be Matthew tax collector, അവൻ ചുങ്കക്കാരനായ മത്തായി ആയാലും, whoever it could be, ആരുമായിക്കൊള്ളട്ടെ, he would receive. അവൻ അവരെ സ്വീകരിച്ചു. What he received, he would give. അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് അവൻ കൊടുക്കുകയായിരുന്നു. This afternoon ഈ ഉച്ച കഴിഞ്ഞ വേളയിൽ is your choice. ഇത് നിങ്ങളുടെ അവസരമാണ്. Do you want to be a river that continuously flows? നിങ്ങളിൽ നിരന്തരമായി ഒഴുകുന്ന ഒരു ജലപ്രവാഹം, ഒരു നദി ഉണ്ടാവണമോ? You need to have infilling every day. എല്ലാ ദിവസവും നിങ്ങൾക്ക് ആ ആത്മ നിറവുണ്ടാവണം. We are born natural. നിങ്ങൾ സ്വാഭാവികമായി ജനിച്ചവർ, We become spiritual ആത്മീകരായി തീർന്നവർ because of Jesus. യേശു നിമിത്തം. To walk supernatural, ആമേൻ. പ്രകൃതിയാതീതമായി നടക്കണമെങ്കിൽ we need to walk in the fellowship of the Holy Spirit. പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുവാനിടയാകണം. I'm going to pray for the infilling of the Holy Spirit. ആത്മ നിറവിന് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുവാൻ For the പോകുകയാണ്. physical healing, I'm going to pray. ആമേൻ. ശാരീരിക സൗഖ്യത്തിന് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കും. ഓ ഹല്ലേലൂയ, 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 Let's sing, lift our voices. ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. I'm going to pray. What I'm going to pray for you when I ഞാൻ lay hands നിങ്ങൾക്ക് on you. വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. I'm going to pray ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. that you receive this revelation, ഈ വെളിപ്പാട് നിങ്ങൾ പ്രാപിക്കുവാൻ, that you'll walk in the spirit of supernatural. ആത്മാവിൽ അവനെ സാധാരണമായ അനുഭവമുള്ളവരാകുവാൻ. What God did with Jesus, യേശുവിൽ ദൈവം ചെയ്തത് He will do it with you. നിങ്ങളിലും ചെയ്യും. You'll walk doing good അവൻ നന്മ ചെയ്തുകൊണ്ട് and സഞ്ചരിച്ചു, healing all the sick. സകല രോഗികളെ സൗഖ്യമാക്കി. That's what I'm going to do. ഇത് സംഭവിക്കട്ടെ. From today, ഇന്ന് when I lay hands and pray over you, അവൻ ഞാൻ കരം വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ you'll go about doing good, അവൻ നന്മ ചെയ്യുന്നവരായി നിങ്ങൾ പുറപ്പെടുക. healing the sick. രോഗികളെ സൗഖ്യമാക്കുക. You'll go about doing good at home, അവൻ ഭവനത്തിൽ നന്മ ചെയ്യുക. in your marriage, in your family, in your children. വിവാഹ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, മക്കളിൽ. You're going to do about good in your life, in your home. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്മ ചെയ്യുന്നവരാകുക. You're going to pray
പ്രാർത്ഥിക്കാം. that you will lay hands on the sick അവൻ രോഗികളുടെ മേൽ കരം വയ്ക്കുമ്പോൾ and see the miracles. നിങ്ങളിലൂടെ അത്ഭുതം നടക്കും. Open your eyes, please. അവൻ കരം ഉയർത്തി കണ്ണുകളെ തുറക്കുക. Open your eyes. ഒരു നിമിഷം കണ്ണു തുറന്നു നോക്കിയ ഇങ്ങോട്ട്. I will also pray for your miracles, for healing. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. I will pray in public. ആമേൻ. ഞാൻ പൊതുവിൽ പ്രാർത്ഥിക്കും. Then I'll come down and pray for you. ആമേൻ. തീർച്ചയായും അതിനുശേഷം വ്യക്തിപരമായ അടികൾ വന്ന് പ്രാർത്ഥിക്കും. But I want you to make a commitment. ആമേൻ. നിങ്ങൾ ഒരു ആമേൻ ഉടമ്പടി ചെയ്യണം. Look at me, please. Look at me. എല്ലാവരും ശ്രദ്ധിച്ചേ. If you keep receiving ആമേൻ സ്വീകരിച്ചുകൊണ്ടേ ഇരുന്നാൽ and never give, അവൻ കൊടുക്കാതെ ഇരുന്നാൽ you will become like a dead sea. ആ ചാവുകടൽ പോലെ നിങ്ങളായി തീരും. No life. ജീവനില്ല അവിടെ. But if you receive എന്നാൽ നിങ്ങൾ പ്രാപിക്കുന്നത് and give, പകർന്നുകൊണ്ടേ ഇരുന്നാൽ receive, അവൻ പ്രാപിക്കുക, give, പകരുക, you will become a river of life. ആ ജീവനുള്ള നദിയായി നിങ്ങൾ തീരുവാനിടയാണ്. You'll receive constantly എല്ലാ ദിവസവും പ്രാപിക്കുക, and you'll give constantly. എല്ലാ ദിവസവും കൊടുക്കുക. You'll receive the Holy Spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു, You'll release the Holy Spirit. പരിശുദ്ധാത്മാവിനെ പങ്കിടുന്നു. That's what Jesus did. യേശു അതാണ് ചെയ്തത്. Every day he went about doing good, healing the sick. എല്ലാ ദിവസവും യേശു സഞ്ചരിച്ചുകൊണ്ട് ആമേൻ നന്മ ചെയ്തു. Lift your hands. കരമുയർത്തി പിടിക്കുക. Father, in the name of കണ്ണുകളെ Yeshua. അടച്ച് കണ്ണുകളെ ഉയർത്തുക. Oh, Riyalabasha Kanda പിതാവേ, യേശുവിന്റെ നാമത്തിൽ Riyalabasha Kanda Bariyalabasha. എല്ലാവരും കരമുയർത്തി സ്തുതിച്ചാട്ടെ. Oh, Riyalabasha Kanda Bara. കരമുയർത്തി എല്ലാവരും സ്തുതിക്കുക. Come on, open your mouth, speak in tongues. കരമുയർത്തുക, ദൈവത്തെ സ്തുതിക്കുക, അന്യഭാഷയിൽ സംസാരിക്കുക, Pray in the Holy Ghost. ആത്മാവിൽ പ്രാർത്ഥിക്കുക. Shodo Bariyalabasha Kanda അന്യഭാഷയിൽ Bariyalabasha. സംസാരിച്ചു തുടങ്ങട്ടെ. Riyalabasha de Bariyalabasha de Beri 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 Beri. ഓ, Shakanda Riyalabasha Kende. Shakala Bariyalabasha Kende. Yes, Lord. Oh, hallelujah, hallelujah, hallelujah. Amen. Hallelujah, hallelujah. Don't say anything. Hallelujah, hallelujah. Just close your eyes. കണ്ണുകളെ അടയ്ക്കുക. Don't pray. ഇപ്പൊ പ്രാർത്ഥിക്കേണ്ട. ഇനി ഇപ്പോൾ Don't pray. പ്രാർത്ഥിക്കാൻ സമയം കഴിഞ്ഞു. Even in tongues, don't pray. ആമേൻ. അന്യഭാഷയിലും ഇപ്പോൾ You listen my പ്രാർത്ഥിക്കണം. prayer for you. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ കണ്ണടച്ച് ശ്രദ്ധിക്കുക. Put your hand where you're sick in your body. നിങ്ങളുടെ ശരീരത്തിന് ഏത് ഭാഗത്ത് രോഗമുണ്ട് ആ ഭാഗത്ത് നിങ്ങൾ കരം വെക്കുക. If you're sick in your body, put your hand wherever. നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങൾ കരം വെക്കുക. Cancer, tumor, kidney stone, arthritis, back pain, eyesight, diabetes, whatever sickness. കണ്ണിന്റെ കാഴ്ചയുടെ പ്രശ്നമോ ഡയബറ്റിക്സോ ആർത്രൈറ്റിസോ എന്തു തന്നെയായാലും. No children. I'm going to believe God for children for you. മക്കളില്ലാത്ത അനുഭവമാണോ? പ്രാർത്ഥിക്കുക. ദൈവം പ്രവർത്തിക്കും. Father, in Yeshua's name, ആമേൻ. കണ്ണുകളെ അടയ്ക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിക്കുക. Lord, we give you glory. പിതാവേ, യേശുവിന്റെ നാമത്തിൽ മഹത്വം ഞങ്ങൾ We അങ്ങേക്ക്. give you praise. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. We give you honor. ഞങ്ങൾക്ക് അങ്ങേക്ക് മഹത്വം Now അർപ്പിക്കുന്നു. we pray. ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, Do the supernatural work. ഒരു അത്ഭുതകരമായ കാര്യം What doctors cannot do, ഡോക്ടർമാർക്ക് ചെയ്യുവാൻ what കഴിയാത്ത, medicines cannot do, മരുന്നിന് ചെയ്യുവാൻ കഴിയാത്തത്, what money cannot do, പണത്തിന് ചെയ്യുവാൻ കഴിയാത്തത്, God, you can do it. അങ്ങേക്ക് ചെയ്യുവാൻ In കഴിയുമല്ലോ. the name of Yeshua, യേശുവിന്റെ നാമത്തിൽ we bind every sickness ആമേൻ. രോഗത്തെ ഞങ്ങൾ ബന്ധിക്കുന്നു. and command it to bow its knee to Jesus. ആമേൻ. യേശുവിന്റെ നാമത്തിൽ മുഴങ്കാൽ മടക്കുവാൻ In the ഞങ്ങൾ name of കൽപ്പിക്കുന്നു. Yeshua, യേശുവിന്റെ നാമത്തിൽ every sickness be bound in Jesus' name. എല്ലാ രോഗങ്ങളും ബന്ധിക്കപ്പെടട്ടെ. We cast it out in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ പുറത്താക്കുന്നു. In the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ, Mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ We release a miracle. അത്ഭുതം ഞങ്ങൾ വിടുവിക്കുന്നു. By your stripes, അങ്ങയുടെ അടിപ്പിണരെ they are healed. അവർ സൗഖ്യമാകട്ടെ. By the stripes, അങ്ങയുടെ അടിപ്പിണരെ they are healed. അവർ സൗഖ്യമാകട്ടെ. By the stripes of Jesus, ആമേൻ. യേശുവിന്റെ they അടിപ്പിണരെ are healed. അവർ സൗഖ്യമാകട്ടെ. We speak a miracle. അവിടെ അത്ഭുതം നടക്കട്ടെ. Miracle. അത്ഭുതം നടക്കട്ടെ. We speak life. ആമേൻ. ജീവൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. Thank you for the supernatural work. അത്ഭുതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. Thank you for the supernatural work. അത്ഭുതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. Thank you for the supernatural work. അത്ഭുതത്തിനായി നന്ദി. Thank you for glorifying your name. അവിടുത്തെ മഹത്വത്തിനായി സ്തോത്രം. Holy Spirit, പരിശുദ്ധാത്മാവേ, cover each one, Lord. അവരെയെല്ലാം cover ചെയ്യണമേ. Let your glory come. അവിടുത്തെ മഹത്വം വെളിപ്പെടട്ടെ. Let your glory come. അവിടുത്തെ മഹത്വം Let വെളിപ്പെടട്ടെ. your glory come. അവിടുത്തെ മഹത്വം വെളിപ്പെടട്ടെ. Let your glory come. അവിടുത്തെ മഹത്വം വെളിപ്പെടട്ടെ. Let your glory come. അവിടുത്തെ മഹത്വം വെളിപ്പെടട്ടെ. In the name of Jesus. യേശുവിന്റെ In നാമത്തിൽ, the name of Jesus. യേശുവിന്റെ In the നാമത്തിൽ, name of Jesus. യേശുവിന്റെ രക്തത്തിൽ. ഷാഖൂരി. I want you to remember those who are sick in your home.
രോഗികളായിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിലെ പ്രിയപ്പെട്ടവരെ, sick in the hospital, ആശുപത്രിയിലായിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, if somebody is sick, put your cell phones off. I'm going to pray. ആമേൻ. അങ്ങനെ ആർക്കും വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ സെൽഫോൺ ഉയർത്തിപ്പിടിച്ചാൽ ആ സെൽഫോണിലൂടെ ഞാൻ അവർക്ക് വേണ്ടി I പ്രാർത്ഥിക്കും. prayed in one meeting. ഞാൻ ഒരു മീറ്റിംഗിൽ പ്രാർത്ഥിച്ചത് ഓർക്കുന്നു. Cell phone, സെൽഫോണിലൂടെ like this meeting. ഇതുപോലുള്ളൊരു മീറ്റിംഗ്. Somebody was in coma in Vancouver. ആമേൻ. വാൻകൂവറിൽ ചിലർ ആമേൻ കോമ സ്റ്റേജിലായിരുന്നു. I was in Mumbai. ഞാൻ മുംബൈയിലാണ്. We prayed in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ God പ്രാർത്ഥിച്ചു. raised her back. ദൈവം അവരെ എഴുന്നേൽപ്പിച്ചു. I was in Ratnagiri. ആവൻ രത്നഗിരിയിൽ ഞാനായിരുന്നപ്പോൾ We prayed like this. ഞങ്ങൾ ഇതുപോലെ If പ്രാർത്ഥിച്ചു. people are sick in the hospital, ആവൻ രോഗികളായിരിക്കുന്ന ആവൻ we'll ആശുപത്രിയിലുണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. 4 people got healed and came out of the hospital. ആവൻ ആശുപത്രിയിൽ നാം പ്രാർത്ഥന കേട്ട് 4 രോഗികൾ സൗഖ്യം പ്രാപിച്ച് മടങ്ങി വന്നു. I was in Pathanamthitta. പത്തനംതിട്ടയിലായിരുന്നപ്പോൾ Somebody was in the hospital, blood cancer. ആവൻ ബ്ലഡ് ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു. Doctor said they will die. ആവൻ ഡോക്ടർ പറഞ്ഞു അവർ മരിക്കും. His blood count was only 13,000. അദ്ദേഹത്തിന്റെ ബ്ലഡ് കൗണ്ട് വളരെ കുറവായിരുന്നു. By the time we finished praying, അവൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ his sister went to the hospital. അവന്റെ സഹോദരി ആശുപത്രിയിൽ ചെന്നു. The blood count jumped from 13,000 to 67,000. അവൻ 13,000-ൽ നിന്ന് 67,000-ലേക്ക് ബ്ലഡ് കൗണ്ട് ഉയർന്നു. I'm not a healer. ഞാനല്ല സൗഖ്യദായകൻ. I'm not a magician. ഞാൻ മാജിക്കാരനല്ല. I am the temple of the living God. ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരമാണ്. What I pray in Jesus' name, യേശുവിന്റെ നാമത്തിൽ ഞാൻ my പ്രാർത്ഥിക്കുന്നു. Father in heaven does it. സ്വർഗ്ഗസ്ഥ പിതാവ് ചെയ്യുന്നു. He is the miracle worker. അവൻ അത്ഭുതവാൻ. All glory to Jesus. അവൻ സകലമഹത്വം All യേശുവിന്. glory to Jesus. സകലമഹത്വം We യേശുവിന്. pray for those sick people യേശുവിന്റെ നാമത്തിൽ in പ്രാർത്ഥിക്കുന്നു. the house. ഇപ്പോൾ തന്നെ Paralyzed will walk. അവൻ പക്ഷപാതരോഗികൾ എഴുന്നേൽക്കട്ടെ. Cancers will go. ക്യാൻസർ സൗഖ്യമാകട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ We bind the spirit of death over people. അവൻ ആളുകളുടെ മേൽ മരണത്തിന്റെ ആത്മാവിനെ We ബന്ധിക്കുന്നു. release the resurrection life. പുനരുത്ഥാന ശക്തിയെ ഞങ്ങൾ വിടുവിക്കുന്നു. Even those in the hospital, ആശുപത്രിയിലായിരിക്കുന്നവർ we send the word of miracle. അത്ഭുതത്തിന്റെ വചനം അയക്കുന്നു. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ What doctors cannot do, അവൻ അത് ചെയ്യട്ടെ. what medicines cannot do. മരുന്ന് ചെയ്യാൻ In കഴിയാത്ത Jesus' name, യേശുവിന്റെ we നാമത്തിൽ bind the sickness. ആ രോഗത്തെ ഞങ്ങൾ We ബന്ധിക്കുന്നു. set the people free. ഞങ്ങൾ ജനത്തെ In സ്വതന്ത്രമാക്കുന്നു. the name of Yeshua, യേശുവിന്റെ നാമത്തിൽ we release your life. ഞങ്ങളുടെ അങ്ങയുടെ ജീവൻ We release life. അങ്ങയുടെ ജീവൻ പ്രഖ്യാപിക്കുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ Amen. ആമേൻ.